എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് എന്റെ അതിഥിയായി ഈ മത്സരവേദിയിലേക്ക് വരുന്നത് കോട്ടയം കുമാരനെല്ലൂരിലെ ചിഞ്ചു അനീഷാണ്. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒരു വീട്ടമ്മ നടത്തിയ ഒരുപാട് വെല്ലുവിളികൾ, അതിനപ്പുറം കുറേയേറെ പ്രതിസന്ധികൾ, എന്നാൽ പാടാൻ ആഗ്രഹിച്ച് ഇപ്പോഴും കാത്തിരിക്കുന്ന ഈ വീട്ടമ്മയുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണാടി പിടിക്കുന്നത്. അതിനൊപ്പം എന്നോട് മത്സരിക്കുവാനും വരികയാണ് കുമാരനെല്ലൂരിലെ ചിഞ്ചു അനീഷ്. ഏതൊരമ്മയെയും പോലെ സന്താനഭാഗ്യത്തിനായുള്ള കാത്തിരിപ്പ് കോട്ടയം സ്വദേശിനി ചിഞ്ചുവിന് സമ്മാനിച്ചത് രോഗദുരിതങ്ങളുടെ തീരാവേദന നിറഞ്ഞ ദിനങ്ങൾ. ലക്ഷങ്ങൾ ചിലവിട്ട വന്ധ്യതാ ചികിത്സയ്ക്കൊടുവിൽ ചിഞ്ചുവിനെ കാത്തിരുന്നത് അർബുദ രോഗത്തിന്റെ കരിനിഴൽ. അടുത്ത ബന്ധുക്കളും ഭർത്താവ് അനീഷും നൽകിയ സ്നേഹവും കരുതലുമാണ് ജീവിതം തിരിച്ചു പിടിക്കുവാൻ ചിഞ്ചുവിന് താങ്ങും തണലുമായത്. മകനു വേണ്ടി സഹിച്ച വേദനകളെല്ലാം മാതൃത്വത്തിന്റെ കടമയായി കാണുകയാണ് കോട്ടയം കുമാരനെല്ലൂരുകാരിയായ ഈ കുടുംബിനി. ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് എത്തുന്നു തളരാത്ത മനസ്സുമായി ജീവിതയാത്ര തുടരുന്ന ചിഞ്ചു അനീഷ്. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ചിഞ്ചു. നമസ്കാരം കുട്ടേട്ടാ. ഹായ് ചിഞ്ചു, 1.5 മെഗാടൺ സ്വാഗതം. ഇരിക്കട്ടെ. ഒരുപാട് സന്തോഷം സാർ. നമ്മുടെ കുട്ടേട്ടെ പരിചയപ്പെട്ടോ? കുട്ടേട്ടനെ പരിചയപ്പെട്ടു. കുട്ടേട്ടാ നമസ്കാരം. നമസ്കാരം ചിഞ്ചു. ചിഞ്ചുവിന് സുഖം തന്നെയല്ലേ? സുഖമായിട്ട് പോണു കുട്ടേട്ടാ. കുട്ടേട്ടനെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഒരു ഫ്ലോറിൽ എത്തിയതും കുട്ടേട്ടനെ കാണാൻ പറ്റിയത്. ചിഞ്ചു ഒരാളിങ്ങനെ പറയുന്നു. ചിഞ്ചുവിനെ കാണാൻ പറ്റിയതിലും കുട്ടേട്ടന് അതിയായ ഒരുപാട് സന്തോഷം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചിഞ്ചുവിന് ജ്യോതിഷത്തിൽ വലിയ വിശ്വാസമാണ് എന്ന് കുട്ടേട്ടൻ അറിയാം, ശരിയല്ലേ? അതെ അതെ കുട്ടേട്ടാ, വളരെ ശരിയാണ്. അപ്പൊ എന്തായാലും ചിഞ്ചു നന്നായി മത്സരിക്കൂ. ചിഞ്ചുവെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. ഓക്കെ, കുട്ടേട്ടന്റെ എല്ലാ സപ്പോർട്ടും വേണം. ഈ ജ്യോതിഷത്തിൽ പക്ഷെ ഇപ്പൊ വിശ്വാസമുണ്ട്? ജ്യോതിഷത്തില് വിശ്വാസമുണ്ട്. എപ്പോഴും പൈസ പോയെന്ന് പറഞ്ഞു. കുറച്ച് പൈസ പോയി, എന്നാൽ പോലും അതൊരു 10-80,000 രൂപ. എന്തിനു വേണ്ടിയാ ചെയ്തത്? ഇത് ഫ്ലവേഴ്സ് 1 കോടിയിൽ വരാൻ വേണ്ടിയായിരുന്നു? അല്ലല്ല, നമുക്ക് ഓൾറെഡി കുഞ്ഞുങ്ങള് ആവാനായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിലായിരുന്നു. 8 വർഷത്തിന് ശേഷമുള്ള മോനാണ്. അപ്പോൾ ഞങ്ങള് കുറേന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും നമുക്കതൊന്നും നടന്നില്ല. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ കുറെ ദോഷങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്തായാലും ഒരു മോനെ കിട്ടാൻ എന്തായാലും നമ്മളിത് ചെയ്തോണ്ടെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു പൂജ വീട്ടിൽ നടത്തി. വലിയ കോസ്റ്റ്ലി പൂജയാണോ 80,000 രൂപയെങ്കിൽ? അത്യാവശ്യം നല്ല പൂജയായിരുന്നു. രാവിലെ തുടങ്ങി ഒരു രാത്രി വരെയൊക്കെ ഉണ്ടായിരുന്നു. പൂജ നടത്തിയ ജ്യോതിഷിയെ പിന്നെ കണ്ടോ? ഇല്ല, ഇപ്പൊ ഒരു വിശ്വാസമൊക്കെ അങ്ങ് മാറിപ്പോയി അല്ലേ? അത് ഈ പൈസ പോയോണ്ടാണോ? അല്ല, അസുഖങ്ങൾ നമുക്ക് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോനാണെങ്കിലും എനിക്കാണെങ്കിലും വീണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ആ വരാൻ വെച്ചിരിക്കുന്ന എന്താണെന്നുണ്ടെങ്കിലും വരും. നമ്മളെ നേരിട്ടേ പറ്റുള്ളൂ. വേറൊരു ജ്യോത്സ്യം പറഞ്ഞായിരുന്നു ജനിക്കുന്നത് പെൺകുട്ടിയാവും. സെയിം ആള് തന്നെയാണ്. ആണോ? സെയിം ആള് തന്നെയാണ് പറഞ്ഞു. 80,000-കാരനാ, പക്ഷേ ജനിച്ചത് ആൺകുട്ടിയായിരുന്നു. അപ്പൊ ഇന്ന് ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? കൂടെ വന്നിരിക്കുന്നത് ഹസ്ബൻഡാണ് അനീഷ്. ഹലോ. അനീഷ്. അനീഷ് ഇപ്പൊ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ടെക്നിക്കൽ മാനേജർ ആയിട്ടായിരുന്നു. എവിടെ? ഞാൻ ക്യാമറൂൺ ആയിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ നിർത്തി പോന്നതാണ്. പുതിയതൊന്നും കേറിയിട്ടില്ല, നോക്കണം. അങ്ങോട്ട് പോകുന്നില്ല ഇനിയിപ്പം ഇവർക്ക് മേലാഴിക ഉള്ളതുകൊണ്ട് വേറെ ആരും സപ്പോർട്ടിന് അങ്ങനെ അധികം ഇല്ല. മോൻ എന്താ പേരിട്ടിരിക്കുന്നത്? വിഷ്ണു അനീഷ്. വിഷ്ണു. ഹായ് വിഷ്ണു. ഏത് ക്ലാസ്സിലാ വിഷ്ണു പഠിക്കുന്നേ? UKG. അപ്പൊ താങ്കളുടെ പേര്? എന്റെ പേര് സജി. ഞാൻ കൃഷിപ്പണിയാണ്. മൂവാറ്റൂർ അടുത്ത് പൈങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദൈവമായിട്ടുള്ള ബന്ധം? എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര്? മിനി. ഭാര്യയാണ്. നിങ്ങളുടെ ജോലി അറിയാലോ. നിങ്ങള് ഇത്തിരി വിജ്ഞാനം ഇങ്ങോട്ട് വിളമ്പേണ്ടി വരും. അപ്പൊ അത് നിങ്ങൾ കൂടി ആലോചിച്ച് ഇയാൾ ചില അപകടത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ശരിയായ ഉത്തരം കൊടുത്ത് അയാളെ മേൽക്കുമേൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയി 1 കോടി അടിച്ചു മാറ്റി. ഓക്കെ, താങ്ക് യു. ചിഞ്ചു എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ TTC പഠിച്ചുകൊണ്ടിരിക്കുവാണ്. പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ്. ഇപ്പൊ 2 വർഷത്തെ കോഴ്സാണ്. അപ്പൊ ഇപ്പൊ 1 വർഷം ഏറെക്കുറെ കഴിയാറായപ്പോഴത്തേക്കും പിന്നെ മോന്റെ അസുഖമൊക്കെ കാരണം നമ്മുടെ ക്ലാസ് ഇപ്പൊക്കെ ഒന്ന് മുടങ്ങിയിരിക്കുക. മോനെന്തോ കാര്യമായിട്ട് പ്രശ്നം? മോന് ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാ മാസവും നമ്മൾ കൊച്ചിനെ കൊണ്ട് അഡ്മിറ്റ് ആണ്. അപ്പൊ ഒരു ന്യൂമോണിയ വരുന്ന പോലത്തെ ഒരു സ്റ്റേജ് ആ വരുന്നത്. അങ്ങനെ ഓൾറെഡി പിന്നെ അഡ്മിറ്റ് ആവും.
ഇപ്പൊ നമ്മൾ റെനേ മെഡിസിറ്റി എറണാകുളമാണ് കാണിക്കുന്നത്, ഡോക്ടർ മഞ്ജു എന്ന് പറഞ്ഞ. അപ്പൊ ഇവൻ എല്ലാ മെഡിസിനോടും ഒന്നും അങ്ങനെ റെസ്പോണ്ട് ചെയ്യത്തൂല. കാരണം നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ്. ഒരുപാട് സാമ്പത്തിക ചെലവ് ഉണ്ടായി കാണുമല്ലോ. നല്ല രീതിയിൽ ആള് കഷ്ടപ്പെട്ട എമൗണ്ടില് ഫുൾ എമൗണ്ടും എന്റെ മോന്റെ ഹോസ്പിറ്റൽ കേസ് നാട്ടിൽ പോയി സമ്പാദിച്ച പണം മൊത്തം പോയി. വിദേശത്ത് സമ്പാദിച്ചത് മുഴുവൻ സ്വദേശത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല, കുടുംബത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട്? എന്റെ വീട്ടിലും നല്ല സാമ്പത്തിക അവസ്ഥ ഉള്ള ഒരു ഇതല്ല. കാരണം അച്ഛൻ ഓൾറെഡി പെയിന്റർ ആണ്, വർക്ക്ഷോപ്പിലെ പണി. അപ്പൊ അത് സീസണൽ വർക്കുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും പണിയില്ല. ഇല്ല വല്ലപ്പോഴേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണെങ്കിലും നമുക്ക് അങ്ങനെ കുടുംബം ഒന്ന് കഴിഞ്ഞു പോകുന്നല്ലാതെ ഹോസ്പിറ്റലിനോ അങ്ങനെ ട്രീറ്റ്മെന്റിനോ മുടക്കാനുള്ള എമൗണ്ട് ഒന്നും കിട്ടാറില്ല. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങള് 2 പേര്. പിന്നെ കൂടെയുള്ളതാരാ? കൂടെയുള്ളത് ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയാണെങ്കിലും പിന്നെ അങ്ങനെ നമുക്ക് എന്നാ പറയുന്നത്, സാമ്പത്തികപരമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, നേഴ്സിംഗ് കഴിഞ്ഞിരുന്നു ആള്. അപ്പൊ ജോലിയൊന്നും ചെയ്യാതെ കുറെ നാളായിട്ട് ഇരിക്കുകയായിരുന്നു. ആൾക്കും കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പോഴാണ് ആളൊന്ന് ജോലിയിലോട്ട് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ജോലി ചെയ്തിട്ടേ. ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ജോലിയാണ്. ആൾക്ക് ചുഴലിയുടെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു, ന്യൂറോ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ നൈറ്റ് ഒക്കെ ചെയ്യുമ്പോ അതിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ ആയിട്ട് അങ്ങനെ നൈറ്റ് ഒന്നും ചെയ്യാതെയും വർക്ക് ചെയ്യാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആളൊന്ന് മെഡിസിൻ ഓക്കെ വന്നത്. കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്, കേരളത്തിന് പുറത്താണോ? പുള്ളി ഇപ്പം കഴിഞ്ഞ ആഴ്ച UK ജോലിയായിട്ട് പോയി. വലിയ സാധ്യതയാ, പൗണ്ട് അനുസരിച്ച് പൈസ കിട്ടും. ഇപ്പോ 1 മാസം എന്തോ അവിടെ പോയി പഠിച്ചിട്ട് അതിനുശേഷം ഒരു എക്സാം കൂടെ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്ത് പാസ്സായാലാണ് നമുക്ക് പൗണ്ടിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ അപ്പൊ ഈ ചേച്ചി നഴ്സിംഗ് പഠിക്കാനൊക്കെ ഈ പെയിന്ററായ അച്ഛന് പൈസ ഉണ്ടായിരുന്നു? അത് ഓൾറെഡി നമ്മുടെ വീടിന്റെ ലോണൊക്കെ ആയിരുന്നു. അത് ലോൺ എടുത്താണ് പഠിപ്പിച്ചതൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ കുറെ നമുക്ക് കടബാധ്യതകൾ വന്നതുകൊണ്ട് അടുത്ത ആൾക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് അതുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം മെസ് ഫീസ് പോലും നമുക്ക് ഈ മാസം ഒക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അടയ്ക്കാനില്ലാത്തത് കൊണ്ട് അത് തന്നെ സുഹൃത്തുക്കളോട് അവരോടൊക്കെ മേടിച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്ത് കോഴ്സ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാടാനാണ് സാറേ ഇഷ്ടം. അപ്പൊ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏത് കോഴ്സിന് വിട്ടാലും അന്ന് പോയേനെ. ഒരു സപ്പോർട്ട് കിട്ടിയില്ല. മ്യൂസിക് പഠിക്കാൻ അത്രയും കൂടുതൽ പൈസ വേണോ? അല്ല, അന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിലെ ചെലവും അതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അടുത്ത വീടിനടുത്ത് ഈ ഭാഗവതർ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലേ? അവർക്ക് ശിക്ഷപ്പെട്ടാലും പഠിക്കാമല്ലോ മ്യൂസിക്. ഭാഗവതരായിട്ടില്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിദ്വാന്മാര് തൊട്ടടുത്തൊന്നും ഇല്ല. നമ്മള് സ്കൂളിൽ ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ രമ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ വന്ന് ഞങ്ങളുടെ അധ്യാപികയുടെ മക്കളെ പഠിപ്പിക്കാൻ വരുമായിരുന്നു. പുത്തേട്ട് ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നിട്ട് ഞാൻ പഠിച്ചത് 7 തൊട്ട് അവിടെ വരിക. അപ്പൊ ആ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുമ്പോ ഞാൻ അവിടെ നിന്ന് പാത്ത് നിന്ന് പതുങ്ങി നിന്ന് ഇല്ല. അപ്പൊ 1-2 തവണ അങ്ങനെ പോയി വൈകുന്നേരം, കാരണം സ്കൂള് വിടുന്ന ടൈം കഴിഞ്ഞിട്ടാണ് ആ ടീച്ചർ വരുന്നത്. അപ്പൊ ഒരുപാട് ലേറ്റ് ആയി വീട്ടിൽ ചെന്നാലും അച്ഛൻ ഇത്തിരി സ്ട്രിക്റ്റാ. അപ്പൊ നമുക്ക് ഒത്തിരി നേരം പാത്ത് നിൽക്കാനുള്ള സമയം ഇല്ല. അപ്പൊ കിട്ടുന്ന ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മളൊന്ന് നോക്കി നിന്നിട്ട് പോകും. അപ്പൊ 2-3 പ്രാവശ്യം ഇപ്പൊ ചോദിച്ചു എന്താ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ടീച്ചറേന്ന് പറഞ്ഞപ്പോ ആളും എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ നിൽക്കുന്നതിനൊന്നും. പക്ഷെ നമുക്ക് അന്നേരം വീട്ടിൽ ലേറ്റായി എത്തിയ പ്രശ്നമായതുകൊണ്ട് അപ്പോഴും അതിനുള്ള ഒരു അവസരം കിട്ടില്ല. അതെ. അപ്പൊ അത് പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റിയോ മ്യൂസിക്? അവിടുന്ന് അങ്ങോട്ട് പാട്ടായിട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല, അതിനുള്ള അവസരം കിട്ടിയില്ല. മത്സരത്തിനൊക്കെ പോയിരുന്നല്ലോ. സ്കൂളുകളിൽ നിന്ന് ടീച്ചർമാരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നന്നായി. കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിപ്പിക്കാനായിട്ട് അന്നൊരു ടീച്ചറുണ്ട്, അംബിക എന്ന് പറഞ്ഞിട്ട്. ടീച്ചർ കർണാട്ടിക് മ്യൂസിക്കിന്റെ ആളായിരുന്നു. അപ്പൊ ടീച്ചർ അറിയുന്ന പാട്ടുകൾ എഴുതി തന്നിട്ട് ട്യൂണ് മാത്രം പറഞ്ഞു തരും. അത് വെച്ച് പഠിച്ചിട്ട് ഞാനത് മത്സരിക്കാനായിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെന്ന് ഫസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അത് 8 തൊട്ട് 10 വരെയാണ് അന്ന് മത്സരിക്കാൻ പോയത്. അതുപോലെ സംസ്ഥാന തലത്തിലൊന്നും പോയിട്ടില്ല. ജില്ല വരെ പോയി. അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് പാട്ട് പഠിക്കാത്തതുകൊണ്ട് അതിന്റേതായ കുറവുകൾ ശരിക്കറിയാൻ പറ്റുമല്ലോ, പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിലൊക്കെ. അത് ശാസ്ത്രീയ സംഗീതത്തിന്റെ വരുന്നതും ടീച്ചർ എന്നെ പാട്ട് പഠിപ്പിക്കും. എങ്ങനെയാ ട്യൂണെന്ന് പറഞ്ഞു തരും, എങ്ങനെയാണെന്ന് മാത്രം. ഇതെങ്ങനെയാണെന്നോ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നോ അതിന് ഒരുപാട് സെക്ഷനുകൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. ജസ്റ്റ് ടീച്ചർ പഠിപ്പിക്കും, അറിവ് വെച്ച് കാച്ചു. അതെ, അത് വെച്ചിട്ട് നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടല്ലേ. നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് മുന്നോട്ട് പോയാലോ? അവിടെ മൈക്കിരിപ്പുണ്ട്, താങ്കൾക്ക് പാടാൻ വേണ്ടി വെച്ചിരിക്കുക. സാറിന് വേണ്ടി എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. വിജനതയിൽ പാതി വഴി തീരുന്നു, ചുരിമണലിൽ വീണുവെയിലാറുന്നു, ആഴമറിയാ സാഗരങ്ങൾ നീന്തി നീന്തി തീരമണ
അണയാ കൂരിരുളിലേകയായൊരോളമാകയോ ചുവടുകളെ തളരരുതേ ഇടറരുതേ വരൂ വരൂ പോകാമകലേ. ഓക്കെ, താങ്ക് യു. അപ്പൊ ചിഞ്ചു ഏത് ക്ലാസ് വരെ പഠിച്ചു? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് പിന്നെ ഈ TTC കോഴ്സിന് പോയി. ആദ്യം കമ്പ്യൂട്ടർ TTC വന്നിട്ട്, അതുപോലെ ഡിപ്ലോമ കോഴ്സ് 1 വർഷത്തെയും പോയി. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ പഠിക്കാനായിട്ട്, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം. 18-ാമത്തെ വയസ്സിലായിരുന്നു. നേരത്തെ കെട്ടിയത് കാരണം അന്ന് പഠിത്തം കഴിഞ്ഞിട്ട് അടുത്ത ഒരു പഠിപ്പിക്കാനുള്ള ഇത് നമുക്ക് സിറ്റുവേഷൻ ഓൾറെഡി മാർഗമില്ല. അപ്പൊ കെട്ടിക്കാന്നുള്ളതാണ്. കുമാരനെല്ലൂരിലൊക്കെ അങ്ങനെയാണോ പരിപാടി? അല്ല, അതുകൊണ്ടല്ല. നല്ലൊരു ആലോചന. തീരുമാനമായിരുന്നു അച്ഛന്റെയാണോ? അച്ഛന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വഴി വന്നൊരു ആലോചന ഇത്. അപ്പൊ പുള്ളിയുടെ തന്നെ അച്ഛന്റെ പെങ്ങളുടെ മോനായിരുന്നു. അപ്പൊ അവർക്ക് ആളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും ഇത്രയും നല്ലൊരു ക്യാരക്ടറാണ്. കണ്ടിട്ടില്ലേ അപ്പൊ നേരത്തെ? ചേച്ചിയുടെ കല്യാണത്തിന് വന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ പരിചയമില്ല. അപ്പൊ അങ്ങനെ അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാന്നുള്ളത് കൊണ്ടും പിന്നെ അച്ഛനോട് ചോദിച്ചപ്പോഴും നമ്മുടെ സാമ്പത്തികത്തിനൊക്കെ ഓക്കെയാണ്, ക്യാരക്ടറാണ് ഏറ്റവും നോക്കിയത്. അതായത് ചേച്ചിക്കാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് അറിയുന്ന ആളാണ്. നല്ല ക്യാരക്ടറാന്ന് പറഞ്ഞോണ്ട് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം നമ്മൾ വിടണ്ടെന്ന് വെച്ചു. ആ ക്യാരക്ടർ സ്വത്തുമൊക്കെ ചോദിക്കാത്തോണ്ടാണോ? സ്വത്തിൻ്റെതല്ല, നമ്മളെ എന്താ പറയാ, നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അന്നത്തെ തീരുമാനം തെറ്റിയില്ല എന്നുള്ളതാണ് ഇന്ന് ഈ നിമിഷം വന്ന് നിൽക്കുമ്പോൾ ഇവിടെ പറയാനുള്ളത്. കാരണം എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഭർത്താവ് തന്നെയാണ്. അപ്പൊ 18 വയസ്സിൽ അന്നത്തെ തീരുമാനം തെറ്റായി പോയില്ല. എങ്ങനെ സർട്ടിഫിക്കറ്റ് അടിച്ചു വരുന്നത്? നമ്മളൊക്കെ ജീവിതത്തിൽ ശ്രമിച്ചിട്ട് കിട്ടാത്തൊരു സർട്ടിഫിക്കറ്റാ അല്ലേ? ഇനി ടിവിക്ക് വേണ്ടി പറഞ്ഞല്ലോ. ഈ സിൻസിയർ ആയിട്ട് തന്നെ അങ്ങനെ തന്നെയാണ്. ചിഞ്ചുവിന് അങ്ങനെ തോന്നാൻ കാര്യം? നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ ഒരാളല്ലേ കല്യാണം ആലോചിച്ചിട്ടുള്ളൂ. നമ്മളെ കല്യാണം വന്നിട്ടുണ്ട്, വേറെ അച്ഛന്റെ കൂട്ടുകാരുടെ ഒക്കെ മക്കളെ അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ദൈവം തന്ന നമ്മുടെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന പുള്ളിക്കാരനെ കിട്ടിയതായിരിക്കും. ചിഞ്ചു ഈ കല്യാണം കഴിച്ചതിന് ശേഷം ചിഞ്ചുവിന്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ജീസിന്റെ പ്രശ്നം കൊണ്ടല്ല, അല്ലാതെ തന്നെ എന്തായിരുന്നു ഇഷ്യൂസ്? അതായത് ഞങ്ങക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1-2 വർഷമൊക്കെ, ആദ്യത്തെ 1 വർഷം നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെ പോവാ. കാരണം 2ാമത്തെ വർഷത്തിലോട്ട് കയറുമ്പോൾ നാട്ടിലെ കോമൺ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിശേഷം വല്ലതും ആയോ? അപ്പൊ കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്കാണ് കൂടുതൽ ടെൻഷൻ നാട്ടിലുള്ളവർക്കാ. ഇല്ല, ഇപ്പൊ ഏറെക്കുറെയൊക്കെ നമ്മളത് തീർത്തല്ലോ. ആൾക്കാര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് ഒക്കെ എണ്ണി വെച്ചിട്ട് എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോഴുണ്ടോ? ഡേറ്റ് വെച്ചിട്ട് ഇപ്പൊ അടുത്ത ചോദിക്കുന്ന ഒരാൾക്ക് 6 വയസ്സായില്ല, അപ്പൊ അടുത്ത ആള് വരാനുള്ള സമയമായി. അടുത്ത ക്വസ്റ്റ്യൻ അതാ. വലിയ പ്രശ്നം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനല്ലേ? സത്യം. അത് ആദ്യത്തെ സമയത്തെന്ന് വെച്ചാൽ നല്ല ഇതായിരുന്നു. കാരണം 2 വർഷത്തേക്ക് അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് 1.5 വർഷമായപ്പോ തന്നെ ചോദ്യമായി, എന്താ വിശേഷമായോ. പിന്നെ ആളുകളുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? ആവുമ്പോ പറയാന്ന് പറയോ? അതോ അല്ല, നമ്മൾ ഓൾറെഡി ആദ്യത്തെ കുറച്ചൊരു 6 മാസക്കാലം ഞാൻ പുള്ളിയുടെ അമ്മയുടെ കൂടെയായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഒന്നിച്ച് നിന്നത്. അപ്പൊ ആദ്യത്തെ സമയം നമ്മൾ കുറച്ച് നാളൊക്കെ ഒന്ന് ഒന്നിച്ച് നിന്ന് ഞങ്ങളുടെ ലൈഫ് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വിശേഷത്തിലോട്ട് വരാന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പിന്നീട് അങ്ങോട്ട് പിന്നെ എന്താ ആകാത്തതിന്റെ പ്രശ്നമാണോ, ആരുടെ ഭാഗത്തുള്ള കുഴപ്പം, എന്നാ പിന്നെ ഇനി ഇത് പയ്യെ വേണ്ടാന്ന്. അല്ല, ഡോക്ടറെ കണ്ടു നോക്കാൻ പറഞ്ഞ് ഓൾറെഡി നമ്മൾ കണ്ട് നമ്മുടെ കയ്യിൽ ഒരു റിപ്പോർട്ടൊക്കെ വന്നു, കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ പിന്നെ അടുത്ത പുള്ളിയുടെ സൈഡിൽ നിന്നുള്ളതായി, എടാ നീ ഒരു കാര്യം ചെയ്ത്, നീ ഇത്രയും നല്ല ചെറുപ്പക്കാരൻ, നിനക്ക് നല്ല വേറെ, പിന്നെ നീ ഇത്ര മിടുക്കൻ, യോഗ്യൻ, നല്ല ഉദ്യോഗസ്ഥൻ വേറെ. അപ്പൊ എന്നിലോട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു, നീ ചെറിയ പ്രായം, അപ്പൊ നിനക്കാണെങ്കിലും പിന്നെ വേറെ ഒരു ഇത് കിട്ടുമെന്നുള്ള രീതി നമ്മുടെ എടുത്തും. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത്, ദൈവം എന്തായാലും നമ്മളെ 2 പേരും ഒരു സമയത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഒരു കുഴിയിലേക്ക് പോകുമ്പോഴല്ലാതെ അതിൽ നിന്ന് ഇനി മാറാനില്ല എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അന്ന് തൊട്ട് അങ്ങനെ തന്നെ നിന്നു. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ചോദിക്കുന്നവരോടും പറയും, നമ്മളാകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അറിയിച്ചോളാം എന്നുള്ള പോലെ തന്നെ വന്നു. അപ്പൊ അത് ഞാൻ എന്റെ കുടുംബത്തിലുള്ളവരോടാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന നാട്ടുകാരുണ്ടോ? നമ്മളോട് ചോദ്യം ചോദിച്ചു, നമ്മൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞാല് പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കാണുമ്പോ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? കുറച്ചൊരു ഗ്യാപ്പിടാറുണ്ട്. നമ്മളുടെ ഒരു സാധാരണ ഒരു കാലവിളംബം എങ്ങനെ അതിനകത്ത് ഡിലേ വരുന്നത്? ഒരു താക്കീത് കൊടുക്കുമ്പോഴേ, അപ്പൊ ആ താക്കീതിന് പിന്നെ നമ്മൾ കുറച്ച് പവർ കൂട്ടിക്കഴിയുമ്പോ പിന്നെ ചോദ്യത്തിന്റെ ഒരു ഇത് കുറയും. അങ്ങനെ പിന്നെ കണ്ടമാനൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് തന്നെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇതിലേക്ക് നമ്മൾ പോകാന്നുള്ള രീതിയിലേക്ക്. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കണം, ഇങ്ങനെ കാണിക്കണം, ഒരു വരട്ട്, അങ്ങോട്ടൊരു വരട്ട്. അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ഈ നാട്ടിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സമയം എണ്ണിക്കൊണ്ട് നടക്കുക. അവർക്കുള്ളതിനേക്കാൾ ടെൻഷനാണ് നാട്ടുകാർക്ക്.
നമ്മുടെ എല്ലാവർക്കും അല്ല, ചില ആളുകൾ. സത്യമായിട്ടും ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തോ? പിന്നെ ഞങ്ങളിപ്പോ എത്ര കാലം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ്? എത്ര കാലം കഴിഞ്ഞു? അതൊരു 2 വർഷം ഏറെക്കുറെ ഒരു സമയത്തിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി 2 ആളുകൾക്കും ചെറിയ ഇതുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് നമ്മൾ ഇക്സി എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ്, ഈ IVF പോലെ തന്നെ മറ്റൊന്നാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വലിയൊരു ധാരണയില്ല. ഇക്സി എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 3 മാസം നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അവിടെ തന്നെ നിന്നോണ്ടേ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു 8-10 ലക്ഷം രൂപയ്ക്ക് മേളിൽ നമുക്ക് ഇതിനകത്ത് ചെലവായിട്ടുണ്ട്. പൈസക്കൊക്കെ എന്തായിരുന്നു വഴി? ആ ഒരു സമയത്ത് ആള് പുറത്തുനിന്ന് വന്നിട്ടിരിക്കുന്നോണ്ട് ബാങ്കിൽ കിടന്ന എമൗണ്ടും സമ്പാദിച്ച എമൗണ്ടും മുഴുവൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനകത്തേക്ക് പോയത്. നല്ല രീതിയിൽ നമ്മൾ അത് ചെയ്ത് ഒരു 3 മാസത്തോളം. പക്ഷെ അതിന്റെ എമൗണ്ട് പോയതിനേക്കാൾ കഷ്ടം എന്ന് പറയുന്നത് അവര് തന്ന മെഡിസിനുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോഴേ ആദ്യം ഇവര് പറയുന്നത് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, അത് സൈൻ ചെയ്യണം. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ത്രോട്ട് ക്യാൻസർ പോലുള്ള ഏതെങ്കിലും ക്യാൻസറുകൾ നമ്മളിത് ചെയ്യുന്നതിന്റെ പുറത്ത് ചിലപ്പം വരാന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോഴെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞൊരു കൺസെന്റ് സൈൻ ചെയ്യിച്ചു. അപ്പൊ അത് തന്നെ ആളെന്നോട് ചോദിച്ചു, പിന്നെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേണം, കാരണം ആരോഗ്യത്തിന് പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു കുട്ടി ഉണ്ടാകണം എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് നമ്മള് ചെയ്തതാണ്. അല്ലെ, അപ്പൊ എന്തോ നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തത്? അത് ഒരു കൺസേൺ എഴുതി കൊടുക്കണം. എന്താ സംഭവം? ക്യാൻസർ വന്നാലും നമ്മള് ഹോസ്പിറ്റൽ ഇതിന് ഉത്തരവാദി അല്ല എന്നുള്ള രീതിക്കാണ് ആ കൺസേൺ അവർ എഴുതിയിരിക്കുന്നത്. ഫ്യൂച്ചർ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇതിലാണ് അവരത് എഴുതിയിരുന്നത്. അപ്പൊ അതാണ് പേടിച്ചത് അല്ലേ? അങ്ങനെ അവർക്ക് ഉത്തരവാദിത്വമൊന്നും അതിനകത്തില്ല. നമ്മുടെ ഇഷ്ടത്തോടും നമ്മുടെ സമ്മതത്തോടും കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസത്തേക്ക് അവരുടെ ട്രീറ്റ്മെന്റാ. അപ്പൊ ആയുർവേദത്തിന്റെ ഉഴിച്ചിലും പിഴിച്ചിലും ജിമ്മിലും എല്ലാം ഉണ്ട് അതിനിടയിൽ നമുക്ക് കുറച്ച് ഇഞ്ചക്ഷനും കൂടെ, അതായത് ഹോർമോൺ ഇഞ്ചക്ഷൻ ആണെന്ന് ഇവർ പറയുന്നത്. അതൊരു 90 എണ്ണം, അതായത് 30 എണ്ണം വെച്ചിട്ട് നമ്മുടെ 2 എളിയിലും 15 എണ്ണം വീതം 2 കൈയിലും. അപ്പൊ ഇത് എന്തിനാ എടുത്തേന്നോ ആ ഒരു സമയത്ത് നമുക്ക് അതിനെ കുറിച്ചൊരു ശരിക്കും പറഞ്ഞ ഒരു ധാരണ ഇല്ലത് എന്തിനാന്നുള്ളത്. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എനിക്കാണിത് ചെയ്യുന്ന ഫുള്ള്. അങ്ങനെയാണ് ആ ഒരു ടെസ്റ്റ്. കാരണം ജസ്റ്റ് നമ്മുടെ ഒരു യൂട്രസിലേക്ക് ഈ ഒരു ഭ്രൂണമാക്കിയതിനു ശേഷം യൂട്രസിൽ വെക്കുകയാണെന്നാണ് അവര് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല. അപ്പൊ അങ്ങനെ ഈ ഒരു മെഡിസിൻ ഇത് ഇത്ര എണ്ണം തരും, ഒരു ദിവസം കഴിക്കാൻ 11 ടാബ്ലറ്റും ഇതിന്റെ കൂടെ തന്നെ. അപ്പൊ അതൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് അത് എടുത്തു. അതിനുശേഷമാണ് ഇവർ ഈ ഒരു സംഭവം ഇക്സി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് വന്ന് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാണ് ആ റിസൾട്ടിനകത്ത് നമുക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് 100% ഉറപ്പ് ഇല്ലാത്ത സംഭവമാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഇല്ല, നമ്മൾ ഈ ചെറിയ പ്രായമാണെന്നും ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന്, കാരണം അന്ന് എനിക്ക് 24 വയസ്സാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ആ ഒരു ഇതിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആകുമെന്ന് പറഞ്ഞാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. പക്ഷെ അതിന് ശേഷമാണ് പിന്നെ പറയുന്നത് നമുക്കതായിട്ടില്ല, പക്ഷെ ഇത്ര ഏജ് അല്ലേ ഉള്ളൂ, നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ഇത് ചെയ്യാന്ന്. അപ്പൊ പിന്നെയും പൈസ ചെലവാകൂലേ? അത് ഇനിയും നമുക്ക്, അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി. കാരണം അച്ഛനും ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി. ആദ്യം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ഇങ്ങനെയെന്നുള്ള രീതിയിൽ. അപ്പൊ അവര് പറയാണ് ഇനിയത്തേത് എമൗണ്ട് കുറച്ചിട്ട് അവര് ചെയ്തു തരാന്ന്. കാരണം അച്ഛൻ അത് ഇനി കംപ്ലൈന്റ് ആക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ അച്ഛനൊന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. കാരണം ഇത്ര എമൗണ്ട് നമ്മൾ കൊടുത്തു, മെഡിസിൻ ഇത്രയും നമ്മുടെ ശരീരത്തിൽ വരികയും ചെയ്തു. അപ്പൊ അതിന്റെ പുറത്ത് അച്ഛൻ ഒരു ഫയലൊക്കെ ആയിട്ട് ഇവരുടെ അടുത്തേക്ക് കയറി ചെന്നിട്ട്, അതായത് ഹോസ്പിറ്റൽ ഫയൽ ഇത് ഞാൻ കാണിച്ചിട്ട് കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കുറെ ഫയൽ ഇരിക്കുന്ന കുറെ സാധനങ്ങൾ അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. എന്നിട്ടാണ് തിരിച്ച് ഫയല് അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തും വിട്ടത്. അതായത് നമുക്ക് എടുത്ത മെഡിസിൻ, കുറെ മെഡിസിന്റെ ഒക്കെ നമ്മുടെ തന്നെ ലിസ്റ്റ് ഇപ്പോഴും ആ ഫയല് ഉണ്ട്. അപ്പൊ അത്രയും മെഡിസിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതായുമില്ല, നമ്മളെ വീട്ടിലേക്ക് പോരുകയും ചെയ്തു. അപ്പൊ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഡിപ്രഷൻ അവസ്ഥയെന്ന് പറയാം. കാരണം ആ ഒരു പുള്ളി ഒരു ആജീവനാന്തം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ട പൈസ മുഴുവൻ നമ്മൾ അവിടെ മുടക്കി എന്നുള്ളത് ഒരു കാര്യം. ഞങ്ങൾ പോയത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നടക്കുകയും ചെയ്തില്ല. ഇനി നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാരുടെ ഇടയിലേക്ക് എൻ്റെ ദൈവമേ വീണ്ടും ചെല്ലണമെന്നോ എന്നുള്ളത് ആ ചോദ്യങ്ങൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ നമുക്ക് തിരിച്ച് ഉത്തരവാദപ്പെട്ട നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോ? ഉത്തരവാദപ്പെട്ട നാട്ടുകാരെ കാണാൻ പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാതായി. കാരണം ഒരു ഡിപ്രഷൻ അവസ്ഥയെന്ന് പറയുന്നത് ശരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അപ്പൊ പിന്നെ പുള്ളിക്കാരൻ പിന്നെ ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ സമ്പാദ്യമെല്ലാം ഏറെക്കുറെ നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ പുറത്തേക്ക് വീണ്ടും പോയി. എങ്ങോട്ട് പോയി? ഈ സൗത്ത് ആഫ്രിക്ക തന്നെയാണ്, ക്യാമറൂൺ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. അപ്പൊ ആദ്യം ഡാർസലാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശത്ത് അവിടെ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്, സൗത്ത് ആഫ്രിക്ക തന്നെ. അപ്പൊ അങ്ങനെ ആള് തിരിച്ചുപോയി, ഞാൻ വീട്ടിലായി. പിന്നെ 1 വർഷക്കാലം പുറത്തേക്കുള്ള ഇറക്കവും ഇല്ല, ആരോടും മിണ്ടുന്നുമില്ല, ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ. കാരണം ഇതിനെക്കുറിച്ച് ചോദ്യം വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാ. നിങ്ങൾ അതിന് പോയിട്ട് അവിടുന്നും പോയല്ലേ എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ.
ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ തീരെ പുറത്തേക്ക് ഇറങ്ങാത്തൊരവസ്ഥയിലായി. പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ വീട്ടിലിരുന്നാൽ എങ്ങനെയാ, അപ്പം നീ അത് മാറ്റി വെച്ച് വേറൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ആൾ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ ഞാൻ ഓർത്ത് വന്നാൽ ഇനി BCom എന്തെങ്കിലും ഒരു ക്ലാസ് പഠിക്കാനോ എന്തെങ്കിലും ജോയിൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം BCom കോഴ്സിനാ പിന്നെ പോയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കോഴ്സിന് ചേരുന്നതിന് മുന്നേ ഞാൻ ഈ റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നു. അതായത് ഒരു 2 വർഷം ഇവരുടെ ഈ ഒരു ICSI ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് 2 വർഷം വീട്ടിലിരുന്നതിന് ശേഷമാണ് പോയിരിക്കുന്നത്. ആ ഒരു 2 വർഷക്കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തൊണ്ടയിൽ ചെറുതായിട്ട്, അതായത് ഈ എന്താ പറയുക, ഒരു ഭക്ഷണം ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഫുഡ് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അപ്പം എന്തും ഇറങ്ങി പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊരു ടോൺസലൈറ്റിസ് ആണെന്ന് ആദ്യം വിചാരിച്ചു. അപ്പം നമ്മൾ അടുത്തുള്ളൊരു ഹോമിയോയിൽ, അന്നൊക്കെ അങ്ങനെയാണല്ലോ, എന്ത് അസുഖം വന്നാലും വീട്ടുകാർ ഹോമിയോയിലേക്കുള്ള പോക്ക. അങ്ങനെ ഹോമിയോയിൽ ചെന്ന് അവർ പറഞ്ഞു ഇത് ടോൺസലിൻ്റെ ആണ്, നമുക്കൊരു മെഡിസിൻ എടുത്താൽ പെട്ടെന്ന് പോകും. ശരിയായി, ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് നല്ല കുറവായി. കാരണം ആ ഒരു സമയത്ത് എനിക്ക് ഏത് മെഡിസിനും പെട്ടെന്ന് ഇതാകുന്നൊരു സമയമാണ്. അപ്പോൾ അത് കുറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ഇങ്ങനെ തന്നെ വരാൻ തുടങ്ങി. അപ്പോഴും ആള് പിന്നെ ഹോമിയോ മെഡിസിൻ കൊണ്ടുപോയി, നമ്മൾ ഹോമിയോ മെഡിസിൻ കഴിക്കുന്നു. 1-1.5 വർഷമൊക്കെ നമ്മൾ ഹോമിയോ മെഡിസിനിൽ ഇത് നോക്കിയിട്ടൊന്നും പിന്നെ ഹോമിയോ മെഡിസിനിലാവുന്നില്ല. അപ്പോഴേക്കും ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്തു ഈ 1 വർഷത്തെ ഇവരുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം. അങ്ങനെ അവിടെ പോയി നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഇയർ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പഠിത്തമൊക്കെ ആയി. ആ ഫസ്റ്റ് ഇയറിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഉറപ്പുള്ള രീതിയിൽ. അപ്പം അമ്മേനൊക്കെ കോളേജിൽ പോകുന്നു, നല്ല അഭിപ്രായം സ്കൂളിൽ നിന്നൊക്കെ. പുള്ളിയോടും വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ പൈസയൊന്നും ഇത്തവണ പോവാതെ ഞാൻ ഇതൊന്ന് ശരിയാക്കി എടുക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാമിൻ്റെ കറക്റ്റ് ഒരു 2-3 മാസം മുന്നേ വീണ്ടും ത്രോട്ടിലെ പ്രശ്നം കൂടി വരിക. അപ്പൊ അങ്ങനെ ഫുഡ് തീരെ ഭക്ഷണം ഇറങ്ങി പോകാത്തൊരവസ്ഥ. അതുപോലെ ഇവിടെ അങ്ങ് നന്നായിട്ട് ബൾജ് ചെയ്ത് വന്നോണ്ടേ ഇരിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ ആദ്യം മാതാ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ചെന്നിങ്ങനെ നമ്മൾ അവിടെയുള്ളൊരു ഡോക്ടറെ കാണുന്നു. അപ്പോൾ ഡോക്ടർ അന്നേരം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്കത് എന്നാന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഒന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് FNAC എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പറയുന്നു. ഇങ്ങനെ ഇവർ പറയുന്ന എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ പറയുകയാണ് ഇതിനകത്ത് ക്യാൻസറസ് സെല്ലാണെന്ന്. അപ്പോൾ 5 മുഴകളും ഉണ്ടായിരുന്നു തൈറോയ്ഡ് ഗ്ലാൻഡിനകത്ത്. അതിൽ 1 നല്ല വലുതായിരുന്നു, 4 വലിയ ഇതില്ലാത്ത രീതിയിൽ. അപ്പോൾ അവർ പറഞ്ഞു നമുക്കത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സെക്കൻഡ് അപ്പോയിന്റ്മെന്റ് എന്നോണം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓൾറെഡി കാണിച്ചു. അപ്പോൾ അവിടുന്ന് ഓൾറെഡി അവർ പറഞ്ഞു പിന്നെ ക്യാൻസറിൻ്റെ സെല്ലാണ്. അപ്പം അവിടുന്ന് ഒരാഴ്ചയെന്ന് ഗ്യാപ്പ് തന്നു. ഇവിടുന്ന് വന്നപ്പോൾ 3 ദിവസത്തിനുള്ളിൽ വേഗം ചെയ്തോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ എത്ര തന്നെയായാലും ഈ മലയാളികൾക്ക് പിന്നെ സർക്കാർ ആശുപത്രിയോട് ഒരു ഇതില്ലല്ലോ. നമ്മൾ എന്നിട്ടും ഇത് ചെയ്യാൻ ഇവിടെ പോയി, പ്രൈവറ്റിൽ തന്നെ പോയി. അങ്ങനെ പ്രൈവറ്റ് ചെന്ന് ഇതിൻ്റെ സർജറി ചെയ്ത കൂട്ടത്തിൽ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ കൂടെ പാരാതൈറോയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. അത് അവരങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കൂട്ടത്തിൽ. ബൈ മിസ്റ്റേക്ക് ഉത്തരവാദിത്തോടെ പറയാണോ അത് ഡോക്ടർ ചെയ്ത സർജനാണ് നമ്മളോട് പറയുന്നത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം കട്ട് ചെയ്ത് പോകുന്നത്. പിന്നെ അവരെന്നെ പറയാണ് ഈ തൈറോയ്ഡക്ടമി ചെയ്ത് എല്ലാവർക്കും ഈ ഗ്ലാൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാറുണ്ടെന്നൊക്കെ അവർ നമ്മളോട് പറയുക. നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ, ചിലപ്പോൾ ആയിരിക്കും എല്ലായിരിക്കും. പിന്നെ ഓർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് പോയി, ഗ്ലാൻഡ് പോയി, കാൽഷ്യത്തിനുള്ള സപ്പോർട്ട് ഫുള്ളോടെ നമ്മൾ പോയി എന്നുള്ളത് അതും കൂടെ പോയി ഇതിന്റെ ഒപ്പം തന്നെ. പക്ഷെ ഇതിപ്പോ നമ്മൾ അവരോട് മത്സരിക്കാൻ പോകുന്നതുകൊണ്ടോ ഇനി ഈ പരാതി പറഞ്ഞോ നിങ്ങൾ ആരോടെങ്കിലും? ഇല്ല, പരാതിക്കൊന്നും പോയില്ല. വേറെ ആരോടെങ്കിലും ചോദിച്ചോ ഇങ്ങനെ ഗ്ലാൻഡ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ആ ഡോക്ടറുടെ സൂക്ഷ്മത കുറവാണ് ഇതിന് കാരണം, അങ്ങനെ ചോദിച്ചോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും പോയില്ലെന്ന് പറയാം. കാരണം ഇത്രയും ട്രീറ്റ്മെന്റും കാര്യവും എല്ലായിട്ട് പ്രാന്ത് പിടിച്ച് നടക്കുന്നതിനിടയിൽ നമ്മൾ ഇതിനൊരു തിരക്കിയില്ലെന്നുള്ളത് സത്യം. ഇതിന്റെ ഫൈറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചോ? അല്ല, ഫൈറ്റ് ചെയ്യണ്ടെന്നുള്ളത് ഈ ഒറ്റ ആളെ ഉള്ളൂ നമുക്ക്. അപ്പൊ ഫൈറ്റിങ്ങിനെങ്ങാനും പോയിട്ട് ഇനി ഇദ്ദേഹത്തിന് എന്തെങ്കിലും എതിരായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാന്നുള്ള എന്റെ ഒരു ടെൻഷനായിരുന്നു. അപ്പൊ എന്റെ എല്ലാ സപ്പോർട്ടും ഈ മനുഷ്യനാണല്ലോ. അതിന്റെ പുറത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫൈറ്റിങ്ങിന് നിൽക്കാഞ്ഞത്. പിന്നെ നമുക്കും വലിയ അങ്ങനെ നമ്മുടെ കൂടെ നിന്ന് ഇതിനൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര വലിയ ആളുകളൊന്നും നമുക്ക് പോവും. പിന്നെ ഗവൺമെന്റ് ഡോക്ടേഴ്സിനോട് ചോദിച്ചോ? ഇല്ല, ഇതിനെക്കുറിച്ച് ഇതുവരെ സത്യം പറഞ്ഞാൽ ചോദിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷെ ഇവര് പറഞ്ഞത് വിശ്വസിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിൽ വീണ്ടും നമുക്കിത് 2ാമത് വന്നതിന് ശേഷം നമ്മൾ ഈ കാര്യം തിരക്കാൻ പോയത്. അല്ലെ ഇതിനൊപ്പം ഇത് പോകുമെന്നുള്ളത് നമ്മൾ ആരോടും അന്വേഷിച്ചിട്ടില്ല. ഇത് ഈ സർജൻ നമ്മളോട് ഡയറക്റ്റ് വന്ന് പറയുകയാണ്. അതായത് പുള്ളിക്ക് ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, അറിയാതെ ഇങ്ങനെ ഒരു സംഭവിച്ചു എന്നുള്ളതായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ അതിന്റെ കൂടെ വന്നിട്ട് പിന്നെ പറയാണ് പിന്നെ സാധാരണ ഇങ്ങനെ തൈറോയ്ഡക്ടമി ചെയ്യുന്ന പേഷ്യന്റിനൊക്കെ ഇങ്ങനെ പോകാറുണ്ട് എന്നും കൂടെ ആള് കൂട്ടിച്ചേർത്തു. അങ്ങനെ നമ്മൾ അതിന്റെ പുറത്തൊരു 3 മാസത്തോളം വീട്ടില് ഇരിക്കാം. ആ ഡോക്ടറാണോ പറഞ്ഞത് ഇനി ഇങ്ങനെ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കുട്ടികൾ ഉണ്ടാവാനും സാധ്യതയില്ല? അത് അവിടെ തന്നെ നമുക്ക് ഗൈനക്കോളജിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നമ്മൾ ഗൈനക് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട്
കാണണം എന്ന് പറഞ്ഞു. അവിടെ തന്നെ ഉള്ള ഒരു ഗൈനക്കിന്റെ ഡോക്ടറെ നമ്മൾ ഇതേ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവർ പറയാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത എന്നല്ല, ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം, അംഗവൈകല്യം അങ്ങനെ പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓൾറെഡി ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ കീഴിലും കൂടെ ആയതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പേടിയായിപ്പോയി. അപ്പം നമ്മൾ ഒത്തിരി അങ്ങോട്ട് മുന്നോട്ടേക്ക് ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് വെച്ചിട്ട് അപ്പം തന്നെ ഇതിന്റെ പുറകെ ഒരു 6 മാസത്തോളം എനിക്ക് തോന്നുന്നു മാക്സിമം റെസ്റ്റ് എടുത്തിട്ടുള്ളൂ ഇതിന്. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുമായിരുന്നു. പിന്നെ IUI ആണ് ചെയ്തത്, നോർമൽ IUI. അതായത് ഇത്രയും ഇക്സി എന്ന് പറഞ്ഞിട്ട് ഇത്രയും എമൗണ്ട് മുടക്കി ട്രീറ്റ്മെന്റ് എടുത്ത് ഞങ്ങൾ വെറും ഒരു IUI ചെയ്തിട്ടാണ് ഞങ്ങളുടെ മോനായിട്ടുള്ളത്. ഓ അത് ശരി ശരി. അല്ല പിന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ എന്തിനായിരുന്നു? ഇല്ല, അത് ഈ ഒരു കേസ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജിൽ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് യൂട്രസിനകത്ത് ഇതിന്റെ പുറത്ത് വീണ്ടും മുഴ വരുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ഇനി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഇനി മുന്നോട്ടുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ്. കാരണം ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും നമ്മൾ പ്രൈവറ്റ് ഫേമിൽ കൊടുത്തു കഴിഞ്ഞു. എത്ര കാലം കഴിഞ്ഞാ പിന്നെ കുഞ്ഞുണ്ടായത്? അങ്ങനെ ഇതിന്റെ 6 മാസത്തിന് ശേഷം ഇപ്പൊ ഇവര് തന്നെയാണ് നമ്മളോട് പറയുന്നത് ഓൾറെഡി ഒരു IUI ട്രീറ്റ്മെന്റ് കാരണം ഇനി ഒരു കുഞ്ഞായില്ലെങ്കിലും പിന്നെ ഇന്ന പോലെ ഉണ്ടായി വരുന്ന കൊച്ചിന് ബുദ്ധിമാന്ദ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ, അപ്പം നമ്മളാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇനി അതൊരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിന് പോയി. അങ്ങനെ ആദ്യത്തെ IUI ചെയ്തിട്ട് സക്സസ് ആയില്ല, രണ്ടാമത്തെ IUIയിലുള്ളതാണ് ഞങ്ങളുടെ മോൻ. ഓക്കെ, താങ്കൾ ഹാപ്പിയാണോ? ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ അത്രയും കിടന്ന് കഷ്ടപ്പെട്ട സ്ട്രഗിൾ ചെയ്തെങ്കിലും ദൈവം തമ്പുരാൻ ഒരു ആൺകുഞ്ഞിനെ തന്നല്ലോ എന്നുള്ളതിൽ എത്രയായാലും പിന്നെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഇനി മത്സരത്തിലേക്ക് കയറിയാലോ, ആ സന്തോഷത്തിന്റെ ഇത് കളയണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് മത്സരിക്കുന്നത് എങ്ങനെയാ? 10 ചോദ്യങ്ങൾ വഴി 1 കോടി നമുക്ക് ഉണ്ടാക്കാം. 20 ചോദ്യങ്ങൾ വഴി പതുക്കെ ഏറ്റുമാനൂർ, കോട്ടയം, അങ്ങനെ സ്വകാര്യ ബസ്, പ്രൈവറ്റ് ബസ് ഓടില്ലേ, അതുപോലെ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. 20 ചോദ്യങ്ങൾ വഴി 1 കോടി. നമുക്ക് 20 വഴി കോട്ടയം വഴിയൊക്കെ പോവാം. കോട്ടയം വഴി ഏറ്റുമാനൂർ വഴി തന്നെ പോവാം അല്ലേ? അപ്പൊ 20 ചോദ്യങ്ങൾ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോട്ടോ. 10,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ, ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. നമുക്ക് ആദ്യത്തെ ചോദ്യം ഒരു വീഡിയോ ബേസ്ഡ് ആണ്. അങ്ങോട്ട് നോക്കിക്കോളൂ LED-യിലേക്ക്. ഓക്കെ സാർ. ചപ്പാത്തി എന്നാൽ ഇറ്റലിയിലെ ഏത് ഭക്ഷണമാണെന്ന് പറഞ്ഞാണ് റോമൻസ് എന്ന ചിത്രത്തിലെ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ന്യായീകരിക്കുന്നത്? ഓപ്ഷൻ എ ബർഗർ, ഓപ്ഷൻ ബി ഹോട്ട് ഡോഗ്, ഓപ്ഷൻ സി ഫ്രൈഡ് ചിക്കൻ, ഓപ്ഷൻ ഡി പിസ്സ. ഓപ്ഷൻ ഡി പിസ്സ. പിസ്സയാണോ? പിസ്സയാണ്. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10,000 രൂപ കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മോൻ ഇതൊക്കെ കാണുന്നുണ്ടോ? അമ്മയ്ക്ക് 10,000 രൂപ കിട്ടി. ഇപ്പഴാ അറിഞ്ഞല്ലേ? ഓക്കെ, അവൻ ഇപ്പഴാ സന്തോഷം വന്ന്. ഇനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 20,000 ക്വസ്റ്റ്യൻ പ്ലീസ്. 20,000 രൂപയുടെ ചോദ്യമാണ്. എത്ര ടീസ്പൂൺ ചേർന്നാലാണ് ഒരു ടേബിൾ സ്പൂൺ ആകുന്നത്? 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. എനിക്ക് ഡൗട്ട് ഉണ്ട് സർ. ഒരു കാര്യം ചെയ്യൂ, പിടി വെള്ളി എടുത്തോളൂ. ഇപ്പൊ തന്നെ ഔട്ട് ആയാലോ? ആരെ വേണ്ട? കുട്ടേട്ടൻ വേണോ? കുട്ടേട്ടാ. ചിഞ്ചു, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി 3, ഡി 5. അപ്പൊ ഇനി 2 ഉത്തരവേ ഉള്ളൂ. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 5. അപ്പോ ബി ലോക്കിയാ സാർ. 3 ബി പൂട്ടോ? ഓപ്ഷൻ ബി ഞാൻ പൂട്ടി. കുമാരനെല്ലൂരുകാർ ഇപ്പൊ ഒന്ന് ഞെട്ടി കാണും ശരിക്കും. 3 ടീസ്പൂൺ ചേർന്നാൽ ഒരു ടേബിൾ സ്പൂൺ ആകുമോ എന്ന്. അവിടെ ഈ ടേബിൾ സ്പൂണിനെ കുറിച്ചൊക്കെ വിവരമുള്ള ആൾക്കാരുണ്ടോ? ഇല്ല സാർ, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, നിങ്ങൾ അയലത്തൊക്കെ താമസിക്കുന്നവർക്ക് എല്ലാം അറിയാം. ഇത് മിക്കവാറുള്ള വീടുകൾക്കൊക്കെ അറിയാം. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം അവരിപ്പൊ തന്നെ കണക്ക് കൂട്ടി കാണും, തെറ്റിപ്പോയി കാണുന്നു. പേടിപ്പിക്കുന്നു സാറേ. വിജയിച്ചാൽ 20,000 രൂപയാണ്, തെറ്റിയാൽ 1000 രൂപ. അപ്പൊ പിൻവാങ്ങുന്നതിന്റെ കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ സമയം കഴിഞ്ഞു. പേടിക്കുന്ന ഒരാളാണോ? പേടിക്കുന്ന അങ്ങനെ പേടിയില്ല. ഇല്ല. കാശിന് ഇപ്പൊ ആവശ്യമുണ്ടോ? കാശിന് ആവശ്യമുണ്ട് നല്ല രീതിയിൽ. ഇദ്ദേഹം ഇനി ക്യാമറോണിലേക്ക് പോയില്ലേ? ഇദ്ദേഹം ക്യാമറോണിലേക്ക് പോകുന്നില്ല. എന്താ? കാരണം എനിക്കും ഞാൻ പറയല്ലേ, ഇപ്പൊ ഈ ഒരു യൂട്രസിനകത്ത് ഈടെയൊക്കെ മുഴ വന്നിട്ട് തീരെ നമുക്കങ്ങ് ഒരു ബ്ലീഡിങ്ങിന്റെ അവസ്ഥ കണ്ടമാനം കൂടുതലൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് കൊച്ചിനെ മാനേജ് ചെയ്യാനായിട്ടുള്ളൊരവസ്ഥ തീരെ പറ്റാതെ വന്നപ്പോ ഞാനായിട്ട് വിളിച്ച് തന്നെ ആളെ വരുത്തിയതാ. ആണോ? നോക്കിയോ താങ്കൾ? നോക്കിയിട്ടില്ല, നോക്കണം. തിരിച്ചു വന്നിട്ട് എത്ര കാലമായി? ഇപ്പോ 1 മാസമായി. 1 മാസമായതേ ഉള്ളൂ. നോക്കാൻ സമയമായി.
ഓക്കെ, ഇവിടെ നിന്നൊക്കെ പണി കിട്ടും കേട്ടോ. പണിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ചെയ്യാനുള്ള താല്പര്യമുണ്ടോ ഈ ജോലിയിൽ എന്നുള്ളതാ. നമുക്ക് എന്ത് പണി ചെയ്യാനുള്ള മനസ്സുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപയായി. ഞാൻ ഈ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടോ. പൈസ എന്തായാലും ആവശ്യമുണ്ടല്ലോ. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇങ്ങോട്ട് ഒരു സ്റ്റില് കാണിച്ചു തരാം. ഇത് മൊത്തം പടമാണ് കേട്ടോ. ഏത് പുരാണ കഥാപാത്രത്തെയാണ് ഈ സ്റ്റാമ്പിൽ കാണാൻ കഴിയുന്നത്? ഓപ്ഷൻ എ അർജുനൻ, ഓപ്ഷൻ ബി ബലരാമൻ, ഓപ്ഷൻ സി പരശുരാമൻ, ഓപ്ഷൻ ഡി ദേവേന്ദ്രൻ. അത് ഓപ്ഷൻ സി പരശുരാമൻ. അതെന്താ കാര്യം പരശുരാമനാണെന്ന് തോന്നാൻ കാര്യം? പരശുരാമന്റെ കയ്യിൽ ഒരു മഴ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്നോ മഴയോടെ കണ്ടോ? മഴയോടെ കണ്ട് കയ്യിലുണ്ടായിരുന്നു. കയ്യിൽ മഴ ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി പരശുരാമൻ. 30,000 രൂപയുടെ ചോദ്യമായിരുന്നു. നല്ല മനോഹരമായ ഒരു ചോദ്യമായിരുന്നു. എന്നാൽ ഈ ചോദ്യത്തിന് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയായി പോയി. ഓപ്ഷൻ സി 30,000 രൂപ താങ്കൾക്ക് ലഭിച്ചു. ഇനി നമുക്ക് 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000. ക്വസ്റ്റ്യൻ പ്ലീസ്. ISO സ്റ്റാൻഡേർഡ് പ്രകാരം, അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് പ്രകാരം ആഴ്ചയിൽ ആദ്യ ദിവസം ഏതാണ്? ISO സർട്ടിഫൈഡ് എന്നൊക്കെ നമ്മൾ പലയിടത്തും കാണിക്കില്ലേ? അപ്പോ ഓപ്ഷൻ എ ഞായർ, ഓപ്ഷൻ ബി വെള്ളി, ഓപ്ഷൻ സി തിങ്കൾ, ഓപ്ഷൻ ഡി ബുധൻ. ഓപ്ഷൻ സി തിങ്കൾ സർ. നിങ്ങൾ ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. ഓപ്ഷൻ സി തിങ്കൾ. കൂട്ടാമോ? എനിക്ക് ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്തു. ലോക്കിംഗ് മാറ്റി കഴിയുമ്പോ നമ്മൾ കാണുന്ന കാഴ്ച അത്ര സുഖകരമാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സുഖകരമാണ്. ഉത്തരം ശരിയാണ്. അപ്പൊ 40,000 രൂപ 40,000 കൈ കിട്ടി. 40,000 കൊണ്ട് നിർത്താമോ പരിപാടി? ഇല്ല സാർ, ഒരു കോടി അടിച്ചേ പോകുന്നുള്ളൂ. അത്രയൊന്നും നമുക്ക് അതിമോഹമൊന്നുമില്ല. അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ 40,000 രൂപ തരട്ടോ? അയ്യോ, ഓക്കെ, ഇപ്പൊ തന്നെ ഇടപാട് നിർത്തേക്കാം. മാത്രല്ല ഈ പൈസ കിട്ടുമ്പോഴേ നമ്മുടെ ചിലപ്പം തലച്ചോറ് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് വർക്ക് ചെയ്താലോ? ഓക്കെ, റെഡി? 40,000. Love, please. Please. Okay, ready. Okay, ready. 8 വർഷം കഴിഞ്ഞപ്പോൾ മകനുണ്ടായി അല്ലേ? അതോടെ ജീവിതം കുറച്ചുകൂടെ സന്തോഷഭരിതമായി. സന്തോഷഭരിതമാണ്. എന്നാൽ പോലും ഇപ്പൊ കൊച്ചുണ്ടായ ഒരു സമയത്താണെങ്കിൽ പോലും കുഞ്ഞിനെ നമുക്ക് 8ാമത്തെ മാസത്തിലാണ്. കാരണം ഈ IOI ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫുള്ള് റെസ്റ്റാണ്. നമുക്ക് അനങ്ങാനേ പറ്റില്ല. ഇപ്പം എൻ്റെ ഓൾറെഡി തൈറോയിഡക്ടമി സർജറി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ആയതുള്ള രണ്ടിൻ്റെയും കൂടെ ആ ഒരു ആരോഗ്യാവസ്ഥയിലാണ് ഞാൻ അപ്പോൾ ഉള്ളത്. അപ്പോൾ തീർത്തും നമ്മൾ റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം 8ാമത്തെ മാസം ഒരു ദിവസം ഇതുപോലെ രാത്രി സമയമായപ്പോഴത്തേക്കും കുഞ്ഞിന് അനക്കം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അന്നേ സമയത്ത് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ കണ്ടമാനം കൂടുതലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടം പോലെ കരിക്ക് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്. ഈ കരിക്കിന് ഫ്ലൂയിഡിനെ കൂട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയത്തില്ല. ഇത് ഹോസ്പിറ്റലുകാർ പറയുന്നതാണ്. എനിക്ക് അതിനെ കുറിച്ച് സാറേ സത്യമായിട്ടും ധാരണയില്ല. പക്ഷെ അവർ പറയുന്നത് ഫ്ലൂയിഡ് എനിക്ക് നല്ലോണം കൂടിപ്പോയെന്നാണ് ആണെന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ 8ാം മാസം കറക്റ്റ് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിങ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണോ ഇരിക്കുക അത്രയും വയറായി. എന്നിട്ട് എനിക്ക് തീരെ നടക്കാനും പറ്റുന്നില്ല. കാല് ഫുള്ള് നീര് വെക്കുക, അങ്ങനെ വല്ലാത്തൊരവസ്ഥയായി 8ാം മാസത്തിൽ. ഇങ്ങനെ 8ാം മാസം ആയപ്പോഴത്തേക്കും അനക്കം തീർന്ന് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് രാത്രി അനക്കത്തിന്റെ ഒരു കുറവ് വന്ന് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പൊ ചെറുതായിട്ട് മൂവ്മെന്റ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ രാവിലത്തേക്ക് നോക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു 9:59 ആയപ്പോഴത്തേക്ക് സിസേറിയൻ ചെയ്തിട്ട് ആളെ പുറത്തെടുക്കുകയായിരുന്നു. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് കൊച്ചിന്റെ കൈയുടെ മുട്ടിങ്ങനെ ചങ്കിലേക്ക് കുഴിഞ്ഞിരുന്നിട്ട് ഇവിടെ അങ്ങ് വല്ലാതെ ഒന്ന് അമങ്ങിയിരിക്കുമായിരുന്നു. എന്നിട്ട് കുഞ്ഞിനങ്ങ് സീപ്പാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞ് NICUവിനകത്ത്. അപ്പം നമുക്ക് കുഞ്ഞിനെ കാണാനുള്ള ഒരു അവസ്ഥയും ഉണ്ടായില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ 8 വർഷം കൂടി ഇരുന്നിട്ട് തൊട്ടടുത്ത് വരുന്ന ആളുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കൊതിയോടെ നോക്കിയിരിക്കുക. ഇപ്പൊ ശരിക്കും അന്നേരം പ്രസവിച്ച സമയത്ത് പെൺകുട്ടി ഉണ്ടാവുമെന്ന് സാറേ പറഞ്ഞല്ലോ, ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും മനസ്സിൽ എനിക്കൊരു ആൺകുട്ടീനെയായിരുന്നു ഇഷ്ടം. കാരണം കൃഷ്ണ ഭഗവാനോട് ഭയങ്കര ഒരു ഭക്തിയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത്. അപ്പൊ ഞാൻ ഉണ്ടാവുന്ന കുഞ്ഞാണാണെങ്കിൽ വിഷ്ണു എന്ന് ഞാൻ പേരിടുമെന്നാണ് മനസ്സിൽ വെക്കുന്നത്. അപ്പൊ ഇവര് നമ്മുടെ ഈ തിയേറ്ററിലും ഉണ്ട് കോമഡികരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇവര് കുഞ്ഞിനെ എടുക്കുമ്പോൾ നമ്മൾ വലിയ ബോധത്തോടെ അല്ലെങ്കിൽ പോലും ഒരു ചെറിയത്. അപ്പൊ ഇവരെടുത്ത് നോക്കിയിട്ട് മറ്റേ അമരേന്ദ്ര ബാഹുബലി എന്ന് മറ്റേ സിനിമയിൽ പറയുന്നല്ലോ, കൊച്ചിനെ എടുത്ത് നോക്കിയിട്ടൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മളത് അങ്ങനെയാ പറഞ്ഞേ, അമരേന്ദ്ര ബാഹുബലിക്ക് ഈ ജയ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് പൊക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഗേളല്ല ആണെങ്കിൽ ഒരിക്കലും ബാഹുബലി എന്നുള്ള രീതിയിൽ പൊക്കില്ല.
അപ്പൊ തന്നെ അവിടുത്തെ ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ ഹാപ്പിയായി. ബോയി ആണ്. ജോത്സ്യൻ എന്ത് പെൺകുട്ടിയാവും പറഞ്ഞല്ലോ, അങ്ങനെ പേര് കണ്ടുപിടിച്ച് വെച്ചിരുന്നില്ലേ? അന്ന് കൃഷ്ണകൃപ. കൃഷ്ണകൃപ. എന്തായാലും കൃഷ്ണ വിട്ടൊരു കളിയില്ല. ഇല്ല, കൃഷ്ണകൃപ കൊണ്ട് കിട്ടിയ കുട്ടി കൃഷ്ണകൃപ. അപ്പൊ ഞാൻ എന്നാലും ഇവരെല്ലാരും പെണ്ണെന്ന് ഉറപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ അതിയായിട്ട് നമ്മളൊരു ആഗ്രഹം, നമ്മൾ എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടുമെന്ന് പറയുന്ന പോലെ ഞാൻ എന്തായാലും ആൺകുട്ടീനെ വിട്ടൊരു കളിയില്ല. ആ ഒരു സമയം തൊട്ട് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ എനിക്കൊരു ആൺകുട്ടീനെ തന്നെ അവന്റെ അച്ഛനെ പോലെ മിടുക്കനായിട്ടുള്ള ഒരാളെ തന്നെ കിട്ടണേ എന്നുള്ളതായിരുന്നു എന്റെ പ്രാർത്ഥന. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് കിട്ടി. ഈ കുട്ടി ഇതിനകത്ത് ഇങ്ങനെ കിടന്നു. 7 ദിവസത്തോളം ഞാൻ കുഞ്ഞിനെ കാണുന്നത് ഇതിന്റെ പുറത്ത് ചെന്നിട്ടാ. ഈ ഫീഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടും, എന്നാൽ പോലും അവൻ അധികം അങ്ങനെ ഫീഡ് ചെയ്യുന്ന അവസ്ഥയിലും അല്ലായിരുന്നു, ഈ ശ്വാസം മുട്ടലിന്റെ അസ്വസ്ഥത കൊണ്ട്. അങ്ങനെ 7 ദിവസം മുഴുവൻ അമ്മയും കുഞ്ഞും തമ്മി കാണാതെ ഞങ്ങൾ രണ്ടും ഇതിനകത്ത്, അതായത് 8 വർഷം കൂടി കിട്ടിയ ആള് കഴിഞ്ഞു. അങ്ങനെ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വിടുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇവര് വിടുന്നില്ല. കാരണം ഇവൻ അത്രയും ശ്വാസപ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മുടെ റിസ്കിൽ നമ്മൾ കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിനായിട്ട് അവിടെ കുറച്ച് ദിവസം അവിടെ കിടക്കുന്നുള്ള രീതിയായി. പക്ഷെ ആ ഒരു സമയമായപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ മേത്തുണ്ടായിരുന്ന സ്വർണം വരെയുള്ള മുഴുവൻ സാധനങ്ങളും വിറ്റിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു, അത് പ്രൈവറ്റ്, ഈ സെയിം പൈസ ഉള്ളതോടെ പോയി. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഉണ്ടായിരുന്ന ഫുള്ളും നമ്മൾ വിറ്റ് പിറകി. പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയായപ്പോ അത്യാവശ്യം കഴുത്തിലൊരു മാലയും കുറച്ച് മോതിരങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വിറ്റാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ ഇറങ്ങി നമ്മുടെ റിസ്കില് അവരോട് പറഞ്ഞു കൊച്ചിനെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ ആ കൊണ്ടുപോയി ഒരു ഇത്ര ദിവസം, ഒരു 10 ദിവസം തികച്ചെടുത്തില്ല. അതിന് മുന്നേ തന്നെ പുള്ളിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കേണ്ട വന്നു. ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ 6 വയസ്സ് വരെ ഉള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ 3 പ്രാവശ്യം അഡ്മിഷൻ കഴിഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ ചെസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പൊ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ കുഞ്ഞിനെ കൊണ്ട കാണിക്കുമ്പോൾ കുഞ്ഞിന്റെ മൂക്കിനകത്ത് ദശ വളർന്നിട്ട് അതുപോലെ തന്നെ തൊണ്ടയ്ക്കകത്ത് അഡിനോയിഡിന്റെ പ്രശ്നം. അപ്പൊ അവൻ ഓക്സിജൻ പാസേജ് തീരെയില്ലാണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വല്ലാതെ വാതുറന്നും കണ്ണും മിഴിച്ചൊക്കെ ശ്വാസം വിടുമായിരുന്നു. അപ്പൊ ENT ഡോക്ടർ ഇതുപോലെ പറഞ്ഞു, ഈ അഡിനോയിഡക്ടമി ചെയ്യണം, അല്ലാതെ കൊച്ചിന് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ ഓഗസ്റ്റ് 12-ാം തീയതി ഓൾറെഡി അഡിനോയിഡ് എടുത്ത് കളഞ്ഞു. മൂക്കിലെ ദശയും കരിച്ചിട്ടിരിക്കും ആള്. അതോടെ നമ്മുടെ ഖജനാവ് കാലിയായിട്ടുണ്ട് നല്ല രീതിയിൽ. വലിയ പാടാ ശരിക്കും. നമുക്ക് ഇനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? ചിലപ്പോ അറിയാൻ പറ്റത്തില്ല, പൈസ കിട്ടിയാലോ? 50,000. നമ്മൾ ഈ കളിയുടെ അല്ല, ഒന്ന് പിടിച്ചു നിന്നോളൂ. കുട്ടേട്ടൻ കുറച്ചുകൂടെ മേളിലോട്ട് കയറ്റും. കുട്ടേട്ടാ, ലെവൽ 2. അപ്പൊ നമ്മളിനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 50,000. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഇത്രയും വേഗത്തിൽ പൈസ കിട്ടിയിരുന്നോ? ഇല്ല. അപ്പൊ ഇനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. അഫ്ന എന്ന അറബി വാക്കിൽ നിന്ന് പേര് വന്നതായി കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ വട്ടപ്പാട്ട്, ഓപ്ഷൻ ബി സോപാനം, ഓപ്ഷൻ സി കോൽക്കളി, ഓപ്ഷൻ ഡി ഒപ്പന. ഓപ്ഷൻ ഡി ഒപ്പന. ഡാൻസ് ഒക്കെ അറിയാമോ? ഒപ്പനയ്ക്ക് ഇഷ്ടം പോലെ ആ സമയത്ത് കളിച്ചിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ അഫ്ന എന്ന അറബി വാക്കിൽ നിന്നാണ് ഈ ഒപ്പന ഉണ്ടായത് എന്ന് താങ്കൾക്ക് അറിയാമായിരുന്നു? അല്ല, എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, 1.5 ലക്ഷം രൂപയും കൊണ്ട് പോകും വിശ്വാസം? ഇല്ല സാർ. പൂട്ടോ? പൂട്ട. ഓപ്ഷൻ ഡി ഒപ്പന ഞാൻ പൂട്ടി. തുറക്കട്ടോ ഞാൻ? തുറക്ക സാർ. ഒന്ന് ധൈര്യമൊക്കെ സംഭരിച്ചോളൂ, പറഞ്ഞൊന്നും വിടരുത്. ആ രീതിയിലുള്ള റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓപ്ഷൻ ഡി ഒപ്പന. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരി. യു ആർ റൈറ്റ്. അപ്പോ 1.5 ലക്ഷം രൂപ കിട്ടി. ഒരു സന്തോഷം ഉണ്ടല്ലോ. കുട്ടേട്ടൻ എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ ജ്യോതിഷം കൊണ്ടുവരികയെന്ന് തോന്നുന്നു. കുട്ടേട്ടാ. യെസ് ബോസ്. ചിഞ്ചു. എന്ത് കുട്ടേട്ടാ? ചിഞ്ചുവിന്റെ കുട്ടിക്കാലത്ത് ചിഞ്ചുവിന്റെ അച്ഛൻ ചിഞ്ചുവിനെ ധാരാളമായി തല്ലിയിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഒരിക്കൽ ചിഞ്ചു പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരെ വിളിച്ച് അച്ഛന് വാണിംഗ് കൊടുത്തിരുന്നു. അതിനൊരു കാരണമുണ്ടായല്ലോ. എന്തായിരുന്നു അത്? എന്തായിരുന്നു ചിഞ്ചു കാര്യം? അച്ഛൻ തല്ലുമായിരുന്നു ശരിക്കേ? അച്ഛൻ ഈ ചെറിയ കാര്യം മതി പെട്ടെന്ന് നമുക്ക് നല്ല അടി കിട്ടുമായിരുന്നു. ക്ഷിപ്രകോപിയായിരുന്നു. ഈ പട്ടാളച്ചിട്ട പോലെ ആയിരുന്നു വീട്ടില്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നോണം. അതായത് ഇപ്പൊ ബാഗോ കൊടയോ ചെരുപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോണം. അതെങ്ങനെയായാലും എന്ത് സാധനമായാലും ഒന്നും ഒരു പ്രശ്നവും പറ്റാൻ പാടില്ല. പുറത്തുനിന്ന് വേറെ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് വീട്ടിൽ വരാനും പറ്റില്ല. അപ്പൊ അന്ന് ഞങ്ങൾ 3 പേരാ കൂട്ട്. അപ്പോ എന്റെ 3 കൂട്ടുകാരികള്, അതിലൊരാളുടെ അച്ഛൻ ഇതുപോലെ ചിന്തിക്കടയായിരുന്നു. അപ്പോൾ അവളുടെ ചിന്തിക്കട, അതായത് നമ്മുടെ ഈ ഉത്സവ ചന്തയില് ഇത് കൊടുക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ കച്ചവടം കഴിഞ്ഞ് വന്ന അച്ഛൻ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഓരോ സെറ്റ് വളയും ഒരു തലയിടുന്ന ഒരു ക്ലിപ്പും കൊടുത്തു വിട്ടു.
അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളയം ക്ലിപ്പ് എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് എത്ര ഒരു സന്തോഷമുള്ള കാര്യം. ഇവള് കൊണ്ട് തന്നതേ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഈ സന്തോഷ വാർത്ത പറയാനെന്നുള്ള രസത്തിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് കിട്ടുന്ന അവസ്ഥ എന്നാന്നറിയോ? സത്യം പറഞ്ഞോട് ഏതവനാ നിനക്ക് ഇപ്പൊ ഈ വളയം ക്ലിപ്പ്? കാരണം അപ്പൊ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുക. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വള കൊടുത്ത് കാണുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. അതാരാണെന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെ പറയാൻ? അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ അന്ന് ആൺകുട്ടികളോട് പ്രേമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ് ശരിക്ക്. എന്നാൽ പോലും അച്ഛൻ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു. ഇത് എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഈ വള വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈ അരകല്ലയിലേക്ക് വെച്ചിട്ട് മറ്റേ അമ്മക്കല്ലെടുത്തിട്ട് ആദ്യം ആ വള ഇടിച്ച് ഫുള്ള് പൊട്ടിച്ചു. അതിനുശേഷം ആ ക്ലിപ്പും കൂടെ എടുത്തിട്ട് അതുകൂടെ അങ്ങ് പൊട്ടിച്ച്. ഇനി ഇതിടുന്ന ഒന്ന് കാണണം, ഇതാര് തന്നാന്ന് പറയാതെ ഇനി സ്കൂളിൽ വിടത്തില്ലെന്നുള്ള രീതിയായി. ആ സൈഡിൽ ഇങ്ങനെ നമ്മൾ വേലിയൊക്കെ പണ്ട് വീട്ടിൽ കെട്ടിവെക്കുന്ന പോലെ നമുക്ക് ഇഷ്ടംപോലെ വേലിപ്പത്തലും കൊണ്ടാണ് വീടിന്റെ 2 സൈഡും കെട്ടിവെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് വേലിപ്പത്തൽ പറിച്ചിട്ട് ഇങ്ങനെ അറ്റം വരെയുള്ള പത്തല് തീരെ വരെ അത് അടിച്ച് മുട്ടിന്റെ താഴത്തേക്ക് ഫുള്ള്. എന്തോ വിശ്വാസമായിരുന്നല്ലോ ആമ്പിള്ളേർ കൊടുത്താണെന്ന്. അല്ലെ, നമ്മൾ ഒരു സാധനം കൊണ്ട് വീട്ടിൽ വരത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ചെറിയ കാര്യത്തിന് വരെ അതൊരു കഥയും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ പറയാം. അപ്പൊ അത് മനസ്സിലാവും. കാരണം അപ്പം അങ്ങനെ ഈ ഇതിന് അടി കിട്ടി നമ്മൾ ഇത് പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കത്തില്ലേലും കുറെ കിട്ടി. എന്നിട്ട് പറഞ്ഞു ഇത് ആരുടെയാന്ന്, ഇവിടെ അടുത്ത ദിവസം ആരുടെയാന്ന് അറിയണം എന്നുള്ള രീതിയിലൊക്കെ വിടുക. അവസാനം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ അന്നീ മുട്ട് വരെ ഉള്ളൂ പാവാടയൊക്കെ. ഇപ്പൊ ഇതിട്ടിട്ട് ചെല്ലുമ്പോൾ മുട്ടിന്റെ താഴത്തേക്ക് ഫുള്ള് ഇങ്ങനെ ചുമന്ന പാട അടിച്ചിട്ട്. അപ്പം അന്ന് ദിവാകരൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മാഷുണ്ട്. മാഷിന് ഭയങ്കര സ്നേഹമാണ് പിള്ളേരോട്. പിള്ളേരെ അടിക്കുകയില്ല മാഷ്. അപ്പം മാഷ് ഇതിങ്ങനെ കണ്ടിട്ട് മാഷ് വെച്ച് എൻ്റെ മോളെ ഇത് ആരാ ഇങ്ങനെ ഇത്രയൊരു മഹാഭാവം മോളോട് ചെയ്തതെന്നുള്ള രീതിയിലായിപ്പോയി മാഷിൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു മാഷേ ഇന്നലെ, അപ്പം നമ്മൾ അന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, മാഷേ ശശീനാട് അച്ഛൻ എനിക്കൊരു വളയം ക്ലിപ്പും തന്നു വിട്ടു, ഞാൻ ഇതുമായിട്ട് വീട്ടിൽ ചെന്നു, അപ്പോൾ എനിക്ക് ആരോ ഒരാൾ ചെറുക്കന്മാർ തന്നു വിട്ടതാന്ന് പറഞ്ഞു മാഷേ എൻ്റെ അച്ഛൻ കുശുമ്പം കശ്മൽ എന്നൊക്കെ അന്ന് മാഷിനോട് പറഞ്ഞത്. എന്നിട്ടിത് തന്നതാന്ന് പറഞ്ഞു മാഷിനോട്. മാഷ് പക്ഷേ ഞാനത് പറയുമ്പോഴും ഞാൻ സങ്കടത്തോടെ കരഞ്ഞു, ഇത്രയും തല്ലി മാഷ എന്നുള്ള രീതി. പക്ഷെ പുള്ളിക്ക് അത് ഫീൽ ചെയ്തു. കാരണം ഒരടിയല്ല, അവിടെ നിങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ എണ്ണി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലൈഡ് അടിച്ച് നിരത്തി കളഞ്ഞു. അപ്പൊ മാഷ് പറഞ്ഞു അടുത്ത ദിവസം വരുമ്പോ അച്ഛനെ കൊണ്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ മാഷ് ഒരു പേപ്പറിലൊക്കെ ചിഞ്ചുവിന്റെ അച്ഛൻ ക്ലാസ്സിൽ വരണമെന്നും പറഞ്ഞ് എഴുതി തന്നു വിട്ടു. മറ്റേ കുട്ടിയുടെ അച്ഛനോടും ഇതുപോലെ തന്നെ വരാനുള്ള രീതിയിൽ അവളുടെ അച്ഛനെയും വിളിച്ചു വരുത്തി. അപ്പൊ മാഷ് ആദ്യം ചെയ്തത് അവളുടെ അച്ഛനോട് ചോദിച്ച് കാര്യങ്ങൾ കറക്റ്റ് അന്വേഷിച്ചു. അപ്പം നേരാണ്, എനിക്കും കിട്ടിയിട്ടുണ്ട്, മറ്റേ കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്. ഇത് 3ഉം വെച്ച് അന്വേഷിച്ചതിന് ശേഷം അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു താൻ ഇനി ഇപ്പോൾ എന്താ എനിക്ക് ബാക്കി പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറയാനാ മാഷേ, പെൺപിള്ളേരൊന്നും ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ആരും തരുന്ന സാധനം ഒന്നും മേടിച്ചോണ്ട് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ലെന്നൊരു സ്റ്റാൻഡായിരുന്നു. അപ്പം മാഷ് പറഞ്ഞു ഇനി കുട്ടീനെ എങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു, പിള്ളേരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇല്ലില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഒത്തിരി കരഞ്ഞു. അച്ഛനെ ഡീൽ ചെയ്യാന്ന് വെച്ചാൽ മാഷ എപ്പോഴും ഇങ്ങനെയാന്ന് പറഞ്ഞു. ഒരു കുറച്ചൊന്ന് എറിഞ്ഞിട്ട്, കാരണം ഇനിയെങ്കിലും അടിയുടെ അളവൊന്ന് കുറഞ്ഞു കിട്ടിയാലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ ചെയ്തു. അപ്പൊ പറഞ്ഞു ഇനി എങ്ങനെ തല്ലിയിട്ടുണ്ടെ ഞങ്ങൾ ഇവിടുന്ന് പിള്ളേരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ്. അതിനുശേഷം കുറെ കാലത്തേക്ക് അച്ഛൻ്റെ അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇല്ല ഇതൊക്കെ ഇൻസിഡന്റ് നമുക്ക് ഉണ്ടായതൊക്കെ അച്ഛൻ അറിയാം. ഇന്നൊക്കെ ഇപ്പൊ ഞങ്ങൾ തന്നെ ചോദിക്കും ഇത്രയും വലുതായി. ഇപ്പൊ അച്ഛൻ്റെ അക്രമം കുഴപ്പമില്ല, കാരണം നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലൊക്കെ ഏൽപ്പിച്ചില്ല. ഇനി ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ ആളുണ്ടല്ലോ. അതെ അതെ. ഇനി മരുമോനിട്ട് വിട കിട്ടൂ? ഇല്ല മരുമോനിട്ട് വിട കിട്ടത്തില്ല. അപ്പൊ നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. 60,000 rupees. ക്വസ്റ്റ്യൻ: ഇനി പറയുന്നവയിൽ ഏത് സ്ഥാപനത്തിലേക്ക് ഫോൺ ചെയ്താലാണ് ഇലക്ട്ര എന്ന റോബോട്ട് മറുപടി കൊടുക്കുന്നത്? ഓപ്ഷൻ എ KSFE, ഓപ്ഷൻ ബി KSRTC, ഓപ്ഷൻ സി KSCB, ഓപ്ഷൻ ഡി KTDC. ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടെ പറയൂ. KSCB സാർ. ഓപ്ഷൻ സി KSCB. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് സംശയം കൊണ്ടല്ലേ പറയാതിരുന്നത്? ഉത്തരം ശരിയാണ്. ഇപ്പഴാ മനസ്സിലായത് ഇത് എന്തിനാ തന്നേന്നുള്ളത്. അവിടെ അവരിന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഹാർട്ട് ബീറ്റ് കൂടിയാൽ അവർ ശക്തി കുറയ്ക്കും കേട്ടോ. അപ്പൊ 60,000 രൂപ കൈ കിട്ടി. സാർ ഇവിടെ എന്റെ ഏക സപ്പോർട്ട് എന്ന് പറയുന്നത് പുള്ളിക്കാരനാ, ഹസ്ബൻഡാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിപ്പോ 7ാമത്തെ തവണയാണ് ഈ പ്രോഗ്രാമിൽ പറയുന്നത്. നിങ്ങളുടെ ഒരു ഭാഗ്യം ഭയങ്കര കേട്ടോ. താങ്ക് യു. എന്റെ ഭാര്യയെ കൊണ്ടൊക്കെ ഇത് പറയിക്കണമെങ്കിൽ 10 ദിവസം ജോലിയാ. ഇനി അടുത്ത് നമ്മൾ 70,000 രൂപയുടെ ചോദ്യമാണ്. ചിഞ്ചു ടെൻഷൻ ആവണ്ട. 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കൾക്ക് ഇനി ഒരു ഓഡിയാണ് കേൾപ്പിക്കാൻ പോകുന്നത്. പ്ലേ.
പാട്ട് കേട്ടല്ലോ? കേട്ടു സർ. ഓക്കെ, അപ്പൊ ഇനി ചോദ്യത്തിലേക്കാണ്. ആരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പി സുശീല, ഓപ്ഷൻ ബി രാധിക തിലക്, ഓപ്ഷൻ സി ഉഷ ഉദുപ്പ്, ഓപ്ഷൻ ഡി വാണി ജയറാം. ഓപ്ഷൻ സി ഉഷ ഉദുപ്പ് സർ. ഈ പാട്ട് ശരിക്കും നേരത്തെ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. നല്ല പരിചയമുള്ള രീതിയിലാണല്ലോ ഉത്തരം പറയുന്നത്. അതെ അതെ, കണ്ടിട്ടുണ്ട്. ഉറപ്പല്ലേ? അതെ. കൂട്ടോ? കൂട്ടാം. ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യാം. ഓപ്ഷൻ സി ഉഷ ഉദുപ്പ് ലോക്ക് ചെയ്തു. പാവ ഉഷാദി, ഉഷാ ദീദി എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത് ഉഷാ ഉദുപ്പിനെ. ദീദി ഈ പാട്ട് പാടിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് ഭയങ്കര സംശയം. ദീദി ഈ പാട്ട് പാടിയിട്ടുണ്ട് സാർ. ഉണ്ട്. ഞാൻ ഒരുപാട് തവണ ദീദി ഇത് പാടുന്നത് കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടു? TV ഷോകളിൽ കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഈ ഒരു പാട്ട് ദീദിയുടെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. ഒരു ടെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ ദീദി, എനിക്കിത് ഉറപ്പില്ല, ദീദി പാടുമ്പോൾ ദീദിയുടെ കോസ്റ്റ്യൂം എന്താ? സാരി ആയിരിക്കും കൂടുതലായിട്ടും ദീദി ഉപയോഗിക്കുന്ന. നല്ല മുല്ലപ്പൂ വയ്ക്കും, വലിയ വട്ടപ്പൊട്ടായിരിക്കും, കാതിൽ നല്ല ലോങ് കമ്മലൊക്കെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ട് ദീദിയുടെ. അപ്പോ ഓപ്ഷൻ സി ഉഷ ഉദുപ്പ്. ഉഷ ഉദുപ്പിനെ സാക്ഷിയാക്കി, ദീദിയെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യതയില്ല. ഉത്തരം ശരിയാണ്. ഇപ്പോ 70,000 രൂപ കിട്ടി. അപ്പൊ ഇനി 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000. ശരിക്കും പറഞ്ഞാൽ വെള്ളമാണ് ശരിക്കും കുടിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത് പിന്നെയും അതുപോലെ തന്നെ അവിടെ ഒരു സിസ്റ്റർ പോലത്തെ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്ത് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴും ഇറങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അതായത് നല്ലതായിട്ട് ഇങ്ങനെ ചങ്കിനകത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ പോലെ വന്നിട്ട് ശ്വാസം മുട്ടും എനിക്ക്. അങ്ങനെ രാത്രിയിൽ അങ്ങനത്തെ അവസ്ഥ വന്ന് പുള്ളി പെട്ടെന്ന് എടുത്തുകൊണ്ട് നമ്മളെ പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ ചെറിയ പപ്പടത്തിന്റെ കഷ്ണമൊക്കെ നമുക്ക് വന്നിട്ട് അങ്ങ് ഇരുന്നിട്ട് നമുക്ക് അങ്ങ് ഛർദ്ദിച്ചത് വീഴുന്നവരെ ഛർദ്ദിക്കും അങ്ങനെ. അപ്പൊ എല്ലാ ഫുഡുകളും ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയോടെയാണ് ഭക്ഷണം കഴിപ്പെന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാനായിട്ടുള്ള ഒരു ഇതില്ല. ഇപ്പൊ ഇറച്ചിയൊക്കെ ആയാലും ചിക്കനൊക്കെ ആയാലും അല്ല അങ്ങനെയുള്ള ഹാർഡ് ഫുഡുകളൊന്നും തന്നെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരോട്. അപ്പൊ അവരോട് അതുപോലെ ഗുളിക കഴിച്ചിട്ട് എനിക്ക് ഗുളിക 2 പ്രാവശ്യം ത്രോട്ടിൽ ബ്ലോക്കായി. റഷ് എടുത്ത് നിൽക്കുന്ന സമയത്താ. അപ്പൊ രാത്രിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച് നമ്മളെ കൊണ്ടുപോയി ആംബുലൻസെ കൊണ്ടുപോയി. അപ്പൊ അവര് പറഞ്ഞ ഒരു 5 മിനിറ്റും കൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആളങ്ങ് തീർന്നേനെന്ന് പറഞ്ഞു. അതെ, 2-3 ജന്മൊക്കെ കഴിഞ്ഞ് നിൽക്കും ഓൾറെഡി. അതെ. അപ്പൊ അങ്ങനെ അവര് പിന്നെ എൻഡോസ്കോപ്പിയുടെ മറ്റേ മിഷ്യൻ വെച്ച് നോക്കി. അങ്ങനെ അന്ന് ആ ഒരു ടാബ്ലറ്റ് വിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റിയേനെ. രണ്ടാമത് പിന്നെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ടാബ്ലറ്റ് അങ്ങനെ മുടക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഡോക്ടറോട് പറയുമ്പോൾ അവര് പറയുന്നത് പൊടിച്ചിട്ട് കഴിക്കാൻ പറയുന്നു. പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സിന്റെ ധൈര്യം എന്ന് പറയുന്നതായിരിക്കുന്നില്ല. കാരണം പാടുന്നതിൽ ഒരു റെസ്റ്റ് പറഞ്ഞു എന്നോട്. കണ്ടിന്യൂസ് പാടാൻ പറ്റത്തില്ല, പാട്ടിൽ ഇത് വേണോന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ നമ്മുടെ തെറാപ്പി ഉണ്ടായിരുന്നു. അപ്പൊ തെറാപ്പി എടുക്കാൻ വേണ്ടി തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് അവർ നമുക്ക് ഡേറ്റ് വരെ തന്നിട്ട് പോലും കൊച്ചിന്റെ കാര്യങ്ങളുമായിട്ട് ട്രീറ്റ്മെന്റ് പുറകെ നടന്നിട്ട് നമുക്ക് തെറാപ്പി ബാക്കി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പാട്ട് പാടാൻ സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ ഈ ഒരു പാട്ടെന്നുള്ള എന്റെ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നത് തന്നെ പുള്ളിക്കാരന്റെ വഴിയാ. ആണ്. പുള്ളി പാടുന്നതല്ല, കാരണം എനിക്ക് പാടാൻ ഒരു വഴിയില്ലാത്ത കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോ പുള്ളി എന്താണ് സ്മ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പാടാൻ വേണ്ടി. ഇതെടുത്ത് ഫോണിൽ തന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ നീ ഒന്ന് പാടി പഠിക്ക്. പഠിച്ചതിന് ശേഷം എന്നിട്ട് ആദ്യം ഒരു പാട്ടൊക്കെ പാടി ഞാൻ അയച്ചു കൊടുത്തപ്പോ എന്നോട് ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല, എന്നാലും അത്ര വലിയ പോരാ, ഇതിലൊന്ന് നീ പഠിച്ചൊന്ന് തെളിഞ്ഞിട്ട് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ വിടാന്നുള്ള രീതിയിൽ പുള്ളി എനിക്കൊരു ഓക്കെ തന്നു. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഞാൻ അതിലൊരു 14,600 സോങ്ങോളം പാടി. സിനിമാ പാട്ടുകൾ തന്നെയാണോ? സിനിമാ പാട്ട് തന്നെ. മലയാളവും പാടും, ചില ഹിന്ദി സോങ്ങും. അതിൽ ഓൾറെഡി ലിറിക്സ് വരുമല്ലോ. ആദ്യം പാടിയ പാട്ട് ഏതാ? അത് നമ്മുടെ പൊൻവീണയെന്നുള്ളിൽ നിന്നുള്ള പാട്ട്. ലാസ്റ്റ് പാടി ഇപ്പൊ വെച്ചിരിക്കുന്നത് നമ്മുടെ കലാപക്കാര എന്ന് പറഞ്ഞിട്ട് ശ്രേയാ ഘോഷാലിന്റെ ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടാണോ കൂടുതലും പാടുന്നത്? എനിക്കിഷ്ടം ഈ ശ്രേയാ ഘോഷാലിന്റെ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടം. അവളുടെ ഒരു ഭയങ്കര ഫാനാ ഞാൻ. കാരണം മലയാളം അല്ലെങ്കിൽ പോലും ആളത് പാടി വെക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് തന്നെ സെലക്ട് ചെയ്ത് ഹൈപ്പിച്ച് തന്നെയുള്ള പാടും. ജീവിതത്തിലെ വലിയ ആഗ്രഹം ശ്രേയാ ഘോഷാലാകാനാണോ? ശ്രേയാ ഘോഷാലായില്ലെങ്കിൽ പോലും ഒരു പാട്ടുകാരി എന്നുള്ള രീതിയിൽ നമ്മൾ അറിയാം. ഡോക്ടർമാർ എന്താ പറഞ്ഞു, ഈ തൊണ്ട വെച്ച് പാടണം എന്നാണ് വെച്ച് പാടരുത്, പാട്ട് പാടാനായിട്ട് പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്കായി, ഇനി പാടരുതോ എന്നുള്ള രീതി വരെ പാടുന്നത്. അതാണ് ഞാൻ സാറിനോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ബൂസ്റ്ററാണ് അദ്ദേഹം എന്നുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് ദൈവമാണ് ഈ ഒരു സാധനം തന്നിരിക്കുന്നത്, സംഗീതം എന്ന് പറയുന്ന ഒരു സംഭവം. അത് നിന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് അവർ പോകുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പോവാനാന്ന് ചോദിച്ചു. അപ്പൊ അതൊരിക്കലും പോകത്തില്ല, അത് പാടാനുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിലും അതെ, ഞാൻ എന്ത് സിറ്റുവേഷനിലാണെങ്കിലും
ഒരു പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസം. എനിക്ക് തന്നെ അങ്ങനെയുണ്ടല്ലേ? തെറാപ്പി പോലെയുള്ള ഒരു ഇതാണത്. ഓക്കെ, നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകേണ്ടത്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഈ വർഷം നടക്കാൻ പോകുന്ന ഖേലോ ഇന്ത്യ ശൈത്യകാല ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ ഷാൻ എന്തുതരം ജീവിയാണ്? ഓപ്ഷൻ എ ഭീമൻ പാണ്ട, ഓപ്ഷൻ ബി ഹിമപുലി, ഓപ്ഷൻ സി റെഡ് പാണ്ട, ഓപ്ഷൻ ഡി ബംഗാൾ കടുവ. ഓപ്ഷൻ ബി ഹിമപ്പുലി. ഈ ശൈത്യം എന്ന് പറയുമ്പോൾ ചൂടാണല്ലോ. അല്ല, എനിക്കൊരു ഉറപ്പില്ല സാർ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം കേൾക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ പൂട്ടാം. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം എനിക്ക്. ഓപ്ഷൻ ബി ഹിമപ്പുലി. പൂട്ടോ? കൂട്ടാം സാർ. പൂട്ടി. ഓക്കെ സാർ. ഇനി എന്റെ നേരെ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. നോക്കിയോ? നല്ലൊരു തെറ്റുത്തരം പറഞ്ഞ എന്റെ ആഹ്ലാദം കൃഷ്ണമണികളിൽ കാണാനുണ്ടോ? അയ്യോ, എനിക്കറിയത്തില്ല സാറേ, പേടിപ്പിക്കരുത്. ഒന്നുമില്ല. ബ്ലാങ്ക് ആണോ? ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് ആണോ? അതെ. ഇയാള് ബ്ലാങ്കോ ഞാൻ ബ്ലാങ്കോ? ഞാൻ നല്ല ബ്ലാങ്ക്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങി പോണ്ടി വന്നാൽ സങ്കടാവും. സത്യം പറഞ്ഞാല് ഇങ്ങനെ ഒരു ഫ്ലോറിൽ. അയ്യോ, ഇത് തന്നെ മുകേഷ് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു. ഓരോരുത്തരും വന്ന് പറയും, അയ്യോ സാറേ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാൻ പറ്റിയത് അതിന് മാത്രം ഞാൻ എന്ത് പുണ്യമാ ചെയ്തത്. എനിക്ക് 1 രൂപ കിട്ടിയില്ലെങ്കിലും ഇവിടെ അങ്ങോട്ട് എന്റെ പൈസയും പോക്കി ജീവിതകാലത്ത് അയാൾ ഗുണം പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ വഴി പോകുന്നത് ആർക്കറിയാൻ വയ്യാത്തത്. ഇല്ല സാറേ, ഞാനിപ്പോ ഫ്ലവേഴ്സിന്റെ ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യം ഫ്ലവേഴ്സ് ഫാമിലിയിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ആദ്യത്തെ ഫാമിലിയിൽ എന്തിനാ വന്നത്? അരുൺ ഗിന്നസ് എന്ന് പറഞ്ഞിട്ടുള്ള സാർ വഴിയാണ് ഞാൻ ആദ്യം വരുന്നത്. അപ്പൊ അത് കോമഡി ഉത്സവത്തിനകത്ത്. കോമഡി ഉത്സവത്തിൽ വന്നു. പേര് പാടാനായിട്ട് എന്നെ വന്നു. പാടിയോ? പാടി. കോമഡി പാട്ട് പാടിയോ? അല്ലല്ല, അല്ലാത്ത പാട്ട്. അല്ലാത്ത പാട്ട് പാടി. ഓക്കെ. അങ്ങനെ വന്നു. ഇതിപ്പോ 2ാമത്തെ അവസരം. ഇനി ഒരു വരവൂടെ വന്നാ മതി. ഇനി ഒരു വരവും ഇവിടെ വരണം സാർ. കാര്യം എന്താ അറിയോ, ഇതിപ്പോ നമുക്ക് എന്തായാലും പറ്റിയില്ല സാറേ. ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്. അയ്യോ, അതിപ്പോ എന്ത് ചെയ്യും നമുക്ക്? ഓപ്ഷൻ ബി. എന്റെ ശരീരത്തെ ഏറ്റവും ഉത്പാദിപ്പിക്കുന്ന സാധനം എന്തോന്നറിയോ? ചിരിയ. അത് എനിക്കൊന്ന് 2 ഗോഡൌണില് ശേഖരിച്ചു വെക്കണത്. ഓപ്ഷൻ ബി ഹിമപുലി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണപ്പാ. ഉത്തരം ശരിയാണ്. യു ആർ കറക്റ്റ്. 80,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. ബോസ്, കുട്ടിയേട്ടൻ എന്തോ ചോദിക്കാൻ വന്നു കേട്ടോ. ചിഞ്ചു, എന്തോ? എനിക്ക് താങ്കളോടല്ല ചോദിക്കാനുള്ളത്, താങ്കളുടെ ഭർത്താവ് മിസ്റ്റർ അനീഷിനോടാണ്. മിസ്റ്റർ അനീഷ്, താങ്കൾ ടാൻസാനിയയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് താങ്കളുടെ തൊട്ടപ്പുറത്തിരുന്ന ഒരു ജോലിക്കാരൻ ഫുൾ ടൈം തോക്കുമായി വന്നിരുന്നത് എന്തിനായിരുന്നു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ട്. തോക്കുമായിട്ട് വന്നോ? തോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുട്ടിയായിട്ട് പുറത്തു പോകുമ്പോൾ പുള്ളിയുടെ കുട്ടി അൽബീനോ എന്ന് പറയും. ഈ നമ്മുടെ വെളുത്ത പാണ്ട് പോലെയുള്ള ഇതില്ലേ, അങ്ങനെയുള്ളതാണ്. അവിടെ ഒരു അന്ധവിശ്വാസമുണ്ട്. ഇവരെ കൊന്നിട്ട് ഇവരുടെ കയ്യിലെ ചെറിയ വിരലില്ലേ, അത് മന്ത്രവാദത്തിന് എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ കുട്ടി അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ എപ്പോഴും അവനെ സംരക്ഷിക്കാനും ഇവരെ കൊണ്ട് പുറത്തു പോകുന്നതൊക്കെ വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവരെ കൊല്ലുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു വിരലിന്റെ ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒറ്റ പർപ്പസേ ഉള്ളൂ. അതെന്തോ മന്ത്രവാദത്തിനാന്നാണ് പറയുന്നത്, എന്താന്ന് നമുക്ക് കൃത്യം അറിയില്ല. അതങ്ങനെ ഒരു വിശ്വാസം. തൻസാനിയയില്. അവിടെ ഒരുപാട് ഇതുണ്ടെന്നാ പറയുന്നത്. ഇങ്ങനെയായിട്ടുള്ള കുട്ടികളെ കൊല്ലുക എന്നുള്ളതാണത്. അവര് മന്ത്രവാദത്തിനുള്ള കൺസെപ്റ്റ് ആണ് അവിടെ. ബ്ലാക്ക് മാജിക്കും അങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. അവിടെ വെച്ചാണ് ഈ സംഭവം? അതെ, അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്തോണ്ട് പുള്ളി കുട്ടിയായിട്ട് പുറത്ത് പോകുന്ന സമയത്തെല്ലാം പുള്ളിയുടെ കയ്യിലെ തോക്കൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴാണ് തട്ടിക്കൊണ്ട് പോവുക, എപ്പോഴാണ് ഇത് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പുള്ളിയെ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത്. സർക്കാരൊന്നും ഇടപെടത്തില്ല. ഈ സർക്കാർ അതിൽ ഇടപെടാൻ വളരെ സാധ്യത കുറവാണ്. കുട്ടേട്ടൻ നമ്മളുമായിട്ട് ചിലപ്പം മേ ബി നമ്മുടെ ബയോഡേറ്റ നോക്കിയിട്ടുണ്ടാവാം, അല്ലെ എവിടെയാ സഞ്ചരിച്ചതെന്ന് നോക്കിയിട്ടുണ്ടാവാം. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി താൻസാനിയയിലെ കാര്യം? ചിഞ്ചു കണ്ട ജ്യോതിഷനെ പോലെയല്ല, ജ്യോതിഷവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കോർത്തിണക്കിയാണ് കുട്ടിയേട്ടൻ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും ബോസ്. പിന്നെ ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം. ചിഞ്ചു ടെൻഷൻ ആകരുത്, എല്ലാ രഹസ്യങ്ങളും കുട്ടേട്ടൻ അറിയാം. കുട്ടേട്ടൻ പറയാതെ മൗനം പാലിക്കുകയാണ്. തീർച്ചയായിട്ടും ബോസ്. അത് മാത്രമല്ല, ചിഞ്ചുവിന്റെ മനസ്സിലുള്ള ഒരു രഹസ്യം ഉണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകും എന്നതിനാൽ ഞാൻ പറയുന്നില്ല. ഒരു ചിരി മാത്രമേ ഉള്ളൂ. ചിഞ്ചുവിന് വേണ്ടി 10 വർഷത്തോളം ആരെങ്കിലും ഒക്കെ കാത്തിരുന്നിട്ടുണ്ടാകും എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. തൽക്കാലം കുട്ടേട്ടൻ അത് പറയുന്നില്ല.
കുട്ടേട്ടാ വെറുതെ വിട് കുട്ടേട്ടാ, കുടുംബാലകം ഉണ്ടാക്കരുത്. അതാരാണ് അപ്പൊ അങ്ങനെ ഒരാൾ കാത്തിരുന്നത്? ഇല്ല, ഓൾറെഡി ഞാൻ പഠിക്കുന്ന കാലത്തായിരുന്നു. പഠിക്കുന്ന കാലത്ത് പിന്നെ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ആൾക്ക് ഇതുപോലെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ വീട്ടില് ആള് പ്രൊസീഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ. അനീഷേന്റെ ആലോചന വരുന്നതിന് മുന്നത്തെ ഒരു പ്രപ്പോസല്. അപ്പൊ ആള് എന്താ പറ്റിയെന്ന് വെച്ചാൽ ബ്രാഹ്മണനായിരുന്നു. അപ്പൊ അതിന്റെ പുറത്ത് അച്ഛൻ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. പക്ഷെ ആള് എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷത്തോളം കാലം ഇതിന്റെ പുറത്ത് കല്യാണം ഒന്നും കഴിക്കാതെ പിന്നെ വെയിറ്റ് ചെയ്ത് അവിടെ, അതായത് കല്യാണം കഴിക്കാതെ ആ ഒരു ടെൻഷനിൽ അങ്ങനെ ഒരു 8-9 വർഷക്കാലം അങ്ങനെ നിന്നു. ഇപ്പൊ ഈയിടെ ഇപ്പോഴാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നമ്മുടെ കൂടെ പഠിച്ച അന്നത്തെ കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ അമ്പലത്തിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ വിശേഷങ്ങളൊക്കെ ഈ പയ്യൻ വന്ന് ചോദിക്കും. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. എനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ്. എപ്പോ കണ്ടാലും വന്ന് ചോദിക്കും. പിന്നീടാണ് ഒരു ദിവസം ഇങ്ങനെ പറയുന്നത്. പിന്നെ സാർ ഇതുപോലെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്ന് സാറിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ആള് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഫാമിലിയായി, കുട്ടിയായി, ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ സാറിന്റെ ഫാമിലിയെ കുറിച്ച് ചോദിച്ച സമയത്ത് ആൾ അതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അങ്ങനെ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് അമ്പലത്തിൽ പോയ സമയത്ത് ഒരു പ്രാവശ്യം കണ്ടു. അങ്ങനെ നമ്മള് ചോദിച്ചു സാറിന്റെ ഫാമിലിയൊക്കെ എങ്ങനെ പോണു എന്നുള്ള രീതിയിൽ. അപ്പൊ അന്ന് ആള് പറഞ്ഞു, അനീഷിനോട് പറഞ്ഞിട്ടുണ്ട്. അനീഷാണോ ചോദിച്ചത്? സാറെന്താ ഇങ്ങനെ ഇരിക്കാതെ കേട്ടാതെ ചോദിച്ചോ? അങ്ങനെ പിന്നെ പിന്നെ ഈയിടെ ഇപ്പൊ കുറച്ച് റീസെന്റ് ആയിട്ട് ഒരു 2 വർഷമായിട്ടുള്ളൂ ആളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴും നമുക്കൊരു സമാധാനം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഓർത്തിട്ട് ഇനി അങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യം ശരിക്കും അവിടെ ഇല്ലാത്തതാണ്. ഇല്ല, അത് അല്ലല്ല, അത് ബ്രാഹ്മൺസ് ആയിരുന്നു ഓൾറെഡി. അല്ല, അവർക്ക് അവരുടേതായ കുറച്ച് ചിട്ടകളും രീതികളും നമ്മുടെ ആള് തന്നെ ഏറ്റവും മാച്ചായിട്ട് പോകുന്നത്. അതല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. 40,000 രൂപ തന്നിട്ടുണ്ടല്ലോ, 40,000 കൂടി നമുക്ക് അങ്ങ് തരാം. പൈസ ഇങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? പൈസ ഇങ്ങനെ എടുത്തു പരിചയമുള്ളൂ അല്ലേ? ഓക്കെ, റെഡി? അപ്പൊ 40, 80 ഇനിയിപ്പോ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അപ്പൊ നമ്മൾ ലെവൽ മാറുന്നു. കുട്ടേട്ടാ, അടുത്ത ലെവലിലേക്ക് ലെവൽ 3. അപ്പൊ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 100,000 rupees. ആലോചിച്ച് ഉത്തരം പറയണം. അപ്പൊ മോണിറ്റർ പ്ലീസ്. ഈ ചോദ്യമാണ് 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 100,000 രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ചുത്തരം പറയണം. വിജയിച്ചാൽ 1 ലക്ഷം, തെറ്റിയാൽ 8,000 രൂപ, പിന്മാറിയാൽ 40,000 രൂപ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ തൽക്കാലമുള്ള വില നിലവാരം. 2 പിടിവള്ളി ബാക്കിയുണ്ട്. ഒന്ന് കുട്ടേട്ടനെയും ഒന്ന് താൻസാനിയ അല്ലേ? ഓക്കെ. മലയാളത്തിലെ ഏത് നടന്റെ യഥാർത്ഥ പേരാണ് എം പോൾ മൈക്കിൾ? ഓപ്ഷൻ എ ലാൽ, ഓപ്ഷൻ ബി കുഞ്ചാക്കോ ബോബൻ, ഓപ്ഷൻ സി ബാബു ആന്റണി, ഓപ്ഷൻ ഡി നരേൻ. ഇത് നമുക്ക് കുട്ടേട്ടനെ വിട്ടുകൊടുക്കാം. ഒരു ഡൗട്ട് ഉണ്ട്. കുട്ടേട്ടൻ അറിയുമായിരിക്കും അല്ലേ? കുട്ടേട്ടാ. യെസ് ബോസ്. ചിഞ്ചു, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ ലാൽ, ബി കുഞ്ചാക്കോ ബോബൻ, ഡി നരേൻ. ലാലാണോ, കുഞ്ചാക്കോ ബോബനാണോ, നരേനാണോ? ഇത് മോഹൻലാലിലെ ലാലല്ല, സിദ്ദിഖ് ലാലിലെ ലാൽ. ആരിലേക്കാണ് നമ്മുടെ മനസ്സ് പാഞ്ഞു ചെല്ലുന്നത്? അതെങ്ങോട്ടും പായുന്നില്ലേ? ഒരു പിടിവള്ളി കൂടിയുണ്ട്. ഇവിടുത്തെ പിടിവള്ളിയൂടെ വേണേ എടുക്കാം. എനിക്കൊരു സംശയമാണ് സാർ. അവരോട് ചോദിച്ചു. അവരോട് വേണേ എടുത്താ മതി. ചോദ്യം ഒന്ന് വായിച്ചു. മലയാളത്തിൽ ഏത് നടന്റെ യഥാർത്ഥ പേരാണ് എം പോൾ മൈക്കിൾ? ഓപ്ഷൻ എ ലാൽ, ഓപ്ഷൻ ബി കുഞ്ചാക്കോ ബോബൻ, ഓപ്ഷൻ ഡി നരേൻ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? പറഞ്ഞോളൂ. നിങ്ങൾ 3 പേരോട് വേണം ചർച്ച ചെയ്തിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. സംശയം ലാലാണോ എന്നുള്ളതാണ്. ലാലാണോ നിങ്ങൾ ഉറപ്പിക്കുന്നത്? അത് കൺഫേം അല്ല, സംശയമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ഒരു ലാലെന്നാ സംശയം. ഹസ്ബൻഡ് പറയുന്നതിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഹസ്ബൻഡിന്റെ ഒപ്പം പോവാ സാർ. ഉറപ്പാണോ? അതെ, ഹസ്ബൻഡിന്റെ ഒപ്പം പോവാ. ഹസ്ബൻഡിനൊപ്പം അല്ലേ ഇപ്പൊ പോകുന്നത്? അതെ. ഇനിയിപ്പോ ഉത്തരം തെറ്റിയാലും അങ്ങനെ കൂടെ തന്നെ പോണം. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ശരിയായാലും തെറ്റിയാലും അദ്ദേഹത്തിന്റെ കൂടെ തയ്യാറല്ലേ? തയ്യാറാണ്. അല്ലേ? ഓക്കെ, കൂട്ടട്ടോ ഞാൻ. ഓപ്ഷൻ എ ലാൽ വെച്ച് ഞാൻ പൂട്ടുന്നു. ലോക്ക്ഡ്. താങ്കളുടെ ജീവിതം ലോക്കായി.
ഇപ്പൊ ഒരു തീരുമാനമായി എന്തായാലും. ഇല്ല സാർ, എന്താ ശരിയാവും. ശരിയാവും. എന്തുകൊണ്ട്? എങ്ങനെ ശരിയാവും? ഞാൻ അന്ന് പോൾ മൈക്കിൾ എന്നൊരു പേര് അദ്ദേഹത്തിന് വേണ്ടേ ശരിയാവണമെങ്കിൽ? ഇല്ല, ഒരു വിശ്വാസമാണല്ലോ അത്. ആളിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ വിശ്വസിക്കുന്നു. ആരിൽ വിശ്വാസമുണ്ട്? ആളിൽ ഞാൻ വിശ്വസിക്കുന്നത്. ആള് പറഞ്ഞത് ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. അയ്യോ, നിരാശപ്പെടുത്തരുത്. വേറെ ഏതാണ്ട് വരായിരുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, നിരാശപ്പെടുത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്താ ചെയ്യുക? നമ്മൾ അവതാരകനായി പോയില്ലേ, ഇല്ലെങ്കിൽ നമ്മൾ സഹായിച്ചേനെ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ലാലെന്ന് താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ ആലോചിച്ച് പറഞ്ഞാണ് അല്ലേ? ആലോചിച്ച് തെറ്റ് പറയണം എന്ന് ആഗ്രഹിച്ചു വന്നാണോ ഈ പരിപാടിയിലേക്ക്? അല്ല സാർ, അല്ലല്ലോ. അപ്പോ ഓപ്ഷൻ എ ലാലെന്ന് പറഞ്ഞ ഉത്തരം ഒരുവിധം നന്നായിട്ട് നമ്മൾ നേരെ എങ്ങ് പറഞ്ഞാൽ തെറ്റല്ല, ശരിയാ. ഓപ്ഷൻ എ ലാലാണ് ശരി ഉത്തരം. യു ആർ റൈറ്റ്. ചേട്ടാ നന്ദി. നിങ്ങൾ മൂന്നുപേരും അല്ലേ ഏകദേശം ഒരു അഭിപ്രായമായിരുന്നു അല്ലേ? അതെ. കുമാരനെല്ലൂക്കാര്. ഓക്കെ, റെഡി. അപ്പോ 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. റെഡിയാണോ? 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി ലക്ഷങ്ങളുടെ കളിയാണ്. കിട്ടിയാലും ലക്ഷങ്ങൾ, പോയാലും ലക്ഷങ്ങൾ. അപ്പൊ സൂക്ഷിച്ച് സംസാരിച്ചു. ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏക രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രൂണൈ, ഓപ്ഷൻ ബി ഈസ്റ്റ് ടിമോർ, ഓപ്ഷൻ സി ഉത്തര കൊറിയ, ഓപ്ഷൻ ഡി ചൈന. സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏക രാജ്യമാണ്. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 200,000 rupees. എന്തേലും ആൻസർ എനിക്ക് സത്യമായിട്ടും അറിയില്ല. അപ്പൊ ഞാൻ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറല്ല സാർ. അപ്പോ പിന്മാറുന്നുള്ള തീരുമാനമാണോ താങ്കൾ പറയാൻ പോകുന്നത്? വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ അല്ല, എന്നെ സംബന്ധിച്ച് ഇത് തന്നെ ഒരു വലിയ 10,000 രൂപ. ആ, പിന്മാറിയാൽ 1/2 ലക്ഷം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ വിജയിച്ചാൽ 2 ലക്ഷത്തിന് 3 ലക്ഷത്തിലോട്ട് കയറും. 3 ലക്ഷം, 5 ലക്ഷം, 5, 10, 20, അങ്ങനെ 1 കോടിയിലേക്ക് നമ്മൾ എത്തും. ഇല്ല സാർ, എന്നാലും റിസ്ക് എടുക്കാനായിട്ട് ഒരു ധൈര്യമില്ല. ധൈര്യമില്ല. കാരണം ഓപ്ഷൻസ് ഓൾറെഡി നമുക്കിതില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞു. ഇനി ഒറ്റയ്ക്ക് ഇതേ ഉള്ളൂ. പിന്നെ 2 ഉത്തരം സംശയം വന്നാൽ വേണമെങ്കിൽ അതിനകത്ത് റിസ്കിന്റെ അംശമുണ്ട്. നമുക്ക് പണം ഡിവൈഡ് ചെയ്ത് വെക്കാം. എന്നാലും റിസ്ക് എടുക്കാനൊരു പേടി സാർ. പേടിയുണ്ട്, നല്ല പേടിയുണ്ട് അല്ലേ? അപ്പൊ ഈ റിസ്ക് എടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ പരമകാരുണികനായ ഹസ്ബൻഡിന്റെ അഭിപ്രായം എന്താ? ചോദിക്കൂ സാറേ. കാരുണികൻ, അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ ഈ റിസ്ക് എടുക്കുന്നതിനെ കുറിച്ച്? എടുക്കാല്ലേ? അദ്ദേഹത്തിന് റിസ്ക് എടുക്കണം എന്നുള്ള അഭിപ്രായമാണ്. പക്ഷെ താങ്കൾക്ക് മനസ്സിൽ റിസ്ക് എടുക്കരുത് എന്നുള്ള അഭിപ്രായമാണ് അല്ലേ? ദാമ്പത്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ടെൻഷനാ സാർ. കാരണം ടെൻഷൻ അല്ലേ? ധാരണ ജീവിതത്തിലെ വലിയ ടെൻഷൻ അടിക്കുന്ന ആളാണ്. കാര്യം ഇത്രയും സർജറിയൊക്കെ ചെയ്യുകയും ഒരുപാട് മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് ടെൻഷൻ അടിക്കാത്ത ആളാണല്ലോ താങ്കൾ. അങ്ങനത്തെ ടെൻഷൻ അല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഇത് ഉള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് നല്ല മോശം. അത്ര കടുത്ത ദാരിദ്ര്യമുണ്ടോ? നല്ല രീതിയിൽ ദാരിദ്ര്യം നല്ല. ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടോ? ഭക്ഷണത്തിന് അങ്ങനെയല്ല. ഇപ്പൊ നിലവിൽ ആള് ജോലി ഫുള്ള് വിട്ടിട്ടായി വന്നിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഹോസ്പിറ്റൽ കേസുകൾ എനിക്ക് കിടക്കുക. കാരണം ഓൾറെഡി ഇപ്പൊ ലാസ്റ്റത്തെ ചെക്കപ്പിനകത്ത് എനിക്ക് ഓൾറെഡി യൂട്രസിനകത്ത് 3 മുഴയുണ്ട്, ഓവറിക്കകത്ത് 1 ഉണ്ട്, ഓൾറെഡി സിസ്റ്റം ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇതുപോലെ തന്നെ എല്ലാ മാസവും നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 15 ദിവസം വരെ അങ്ങ് പോകും. അപ്പൊ നമ്മൾ മെഡിസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഈ ബ്ലീഡിങ് നിൽക്കത്തേ ഇല്ല. സാധാരണ നിലയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാലുള്ള സ്ത്രീകളുടെ ആ ഒരു ആർത്തവത്തിന്റെ ഒരു സമയം അനുസരിച്ച് 3 ദിവസം 4 ദിവസം വരെയൊക്കെയാണ്. ഇതെനിക്കൊരു ബക്കറ്റ് ഫുള്ള് പാടാകുന്ന അവസ്ഥ വരെ വരിക. അത്രയും ഇതൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഓൾറെഡി നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 40 വയസ്സ് കഴിയണം നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഓൾറെഡി ഇത്രയും ഹോർമോൺ എടുത്ത് കളഞ്ഞിരിക്കുന്നിടത്ത് ഇതും കൂടെ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പൊ അവര് പറഞ്ഞത് ഈ എന്താ ചെയ്യുന്നതും ഈ കോപ്പർട്ടി ഇടുന്ന മാതിരി ഒരു സംഭവം ചെയ്തിട്ട് തൽക്കാലം ഈ മെൻസ്ട്രൽസ് ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നാളത്തേക്ക്, ഒരു 5 വർഷത്തേക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ എമൗണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഒരു വലിയ തുക തന്നെയാണ്. മനസ്സിലായി. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ്, അങ്ങനെയാണോ? അതെ സാർ. ചിഞ്ചു അനീഷ്, താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പിൻവാങ്ങുന്നു. ഇപ്പോൾ നമ്മുടെ ഖജനാവിൽ 1/2 ലക്ഷം രൂപയുണ്ട്. എനിക്കറിയാം താങ്കൾക്ക് ഇതൊരു വലിയ തുകയാണ് അല്ലേ? ചെറിയൊരു എമൗണ്ട് അല്ല, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇപ്പൊ ജോലിയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ പൈസ പോകാനുള്ള പരിപാടിയില്ല. 50,000 സേവ്ഡ് ആണ്. ഇനി ഒരു ഉത്തരം പറഞ്ഞോളൂ.
ഞാൻ ഉദ്ദേശിച്ചത് ഡി ആണെന്നാണ്. എനിക്കറിയില്ല. ചൈനയിലോ? എനിക്കറിയില്ല സാർ. അയ്യോ, അവിടെ എനിക്കറിയില്ല സാർ. മലയാളികൾ അവിടെ ചായക്കട നടത്തുന്ന മലയാളികൾ. എനിക്കറിയില്ല സാർ. ഉത്തരം ഉത്തര കൊറിയയാണ്. അറിയില്ല. അവിടെ അങ്ങനെ പോയി പഴയ്ക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു സാമ്രാജ്യവിധി അവിടെ ഉണ്ട്. കിങ് ജോങ് ഉൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിനോദം. അമേരിക്കയുടെ ബദ്ധ ശത്രുവാ. ഓക്കെ, ഓപ്ഷൻ സി ഉത്തര കൊറിയയാണ് ശരി ഉത്തരം. അപ്പൊ 1,00,000 രൂപ ഇതുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും സമാധാനിക്കാൻ പറയേണ്ട ഒരു സെന്റൻസ് എന്ന് പറയുമോ, ഈ സമയവും കടന്നു പോകും. അങ്ങനെ ചിന്തിക്കുക. താങ്കളിപ്പോ എത്രയോ അവസ്ഥ കടന്നു വന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ അവസ്ഥയും താങ്കൾ കടന്നു പോകും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ജോലിക്കൊക്കെ പോവാ. സ്റ്റേജിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലും ട്രീറ്റ്മെന്റ് കേസുകളും ഒക്കെ ഇനി ഈ ജോലിയുടെ ഒക്കെ ഒന്നാകണം. ആയി വരാതെ നമുക്ക് നടക്കത്തില്ല. അതുപോലെ തന്നെ ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊന്നും ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ മെഡിക്കൽ കോളേജിലാണ് ഇനി അങ്ങോട്ട് ഫർദർ ട്രീറ്റ്മെന്റുകൾ നോക്കാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും വീട്ടുകാരൊക്കെ സഹായമായിട്ടൊക്കെ ഇപ്പോഴൊക്കെ വരാറുണ്ടോ? അതോ സാമ്പത്തികമായിട്ട് അതെല്ലാം പ്രയാസമുള്ള ധാർമ്മിക പിന്തുണയുണ്ടോ? അങ്ങനെ കുടുംബ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നാണേലും ഓൾറെഡി അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്നതാണൊന്നും സഹായിക്കാനുള്ള ഒരു ഇതില്ല. ഒരു ചോദ്യം കൂടി, ഇദ്ദേഹത്തിന് ഏത് ജോലി ഇപ്പൊ നമ്മൾ ഈ പരിപാടി ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർ ഇപ്പം ആൾക്കാരെ ജോലിക്കൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ കേരളത്തിൽ പല സ്ഥലത്തും. ഇപ്പൊ അക്രോസ് ദ വേൾഡ് ഇത് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഏത് ജോലി ചെയ്യാനാ അദ്ദേഹത്തിന് താല്പര്യം? ഇദ്ദേഹത്തിനോട് ചോദിക്കാം, താങ്കൾക്ക് എന്തൊക്കെ ജോലി ചെയ്യാനാ താല്പര്യം? ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടായിരുന്നു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ബേസ്ഡ് കോഴ്സ് കഴിഞ്ഞ ആളാണോ? അതെ, ഞാൻ CCNA CCNB കഴിഞ്ഞാണ്. പിന്നെ വീഡിയോ കോൺഫറൻസിങ്ങും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ പറ്റൂ? സ്വയം തൊഴിൽ ചെയ്യാം. അതിനും പണം വേണം അല്ലേ? ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇതാണ്. ഓക്കെ, അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ഒരു സൗമനസ്യം കാണിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ അന്വേഷിക്കും നിങ്ങളെ. ഓക്കെ, താങ്ക് യു ചിഞ്ചു. അപ്പൊ ഈ ചിഞ്ചു എന്ന് പേരിടാൻ കാര്യം എന്തോ? അതിനെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ പേരാ അത്. ഞാൻ ഒത്തിരി പ്രായമായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. സത്യം. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്. അതല്ലേ ആശുപത്രിയിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴേ ചിഞ്ചു അങ്ങനെയാണെങ്കിൽ സാറേ പിന്നെ പ്രശ്നമില്ല. ഇത് പേരിന്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. ചിഞ്ചു മോളെന്നും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് തന്നെ ചോദിച്ചു. ഞാനൊരു 70 വയസ്സിൽ പിന്നെ എനിക്ക് അസുഖമായിട്ടൊരാ ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ വടിയും കുത്തി നിൽക്കുമ്പോ ചിഞ്ചു മോൾ ഉണ്ടെങ്കിൽ കയറി വരാൻ പറയുന്ന അവസ്ഥ. അമ്മ ഇത് എന്തോർത്ത് ഈ പേരിട്ട് എന്നുള്ളത് ഞാനും ചോദിച്ചിട്ടുണ്ട്. അതല്ല, ചിഞ്ചുമോൾക്ക് ഒരു 20 വയസ്സിനപ്പുറം ആരും മതിക്കത്തില്ല. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി താഴോട്ട് പോകണം. ഓക്കെ സാർ. ഓക്കെ, കുട്ടേട്ടാ ലെവൽ 1. ചിഞ്ചു, നമുക്കൊരു ഏർപ്പാടുണ്ട്. നമുക്ക് പൈസ തരണ്ടേ? അത് 80 ഉണ്ട്. 30 തന്നാൽ 50 കൊണ്ട് താങ്കൾക്ക് പോവാം. 30 തന്നോളൂ. കണക്ക് കറക്റ്റാവട്ടെ. 3 കെട്ട് തന്നാൽ മതി. റെഡി? താങ്ക് യു. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളൂ. ചിഞ്ചുവിനായിട്ട് പറഞ്ഞു ചോദിച്ച സർട്ടിഫിക്കറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നന്നായി വരട്ടെ. ഓക്കെ, ഇതൊക്കെ മാറും. ഈ അവസ്ഥയൊക്കെ മാറും കേട്ടോ. എത്രയോ അവസ്ഥകൾ നമ്മൾ കണ്ടു. ഇനി വരാൻ പോകുന്ന അവസ്ഥ ഇതിനേക്കാളും നല്ലതായിരിക്കും. അപ്പോൾ ഇതുവഴി പോയാൽ നമുക്ക് ആ കുമാരനെല്ലൂരിൽ ഇറങ്ങാം, ബസ് സ്റ്റാൻഡിൽ. നമ്മളെപ്പോഴും ഓരോ കാര്യം ആലോചിക്കുമ്പോഴും ഈ ജീവിതം എത്ര സുന്ദരമാണ് എന്ന് ആലോചിക്കാറുണ്ട്. എന്നാൽ അതേസമയം വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ജീവിതം എനിക്ക് എന്തിന് തന്നു എന്നാലോചിക്കുന്നവരും ഒരുപാട് കൂടുതലാണ് നമുക്കിടയിൽ. ഓരോ മത്സരാർത്ഥിയും കാണുമ്പോൾ നിങ്ങൾക്ക് ആ ചിന്ത ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതൊക്കെ പൊരുതി നേടി അപ്പുറം കിടക്കുന്ന ഒരുപാട് ആളുകളെയാണ് നമ്മൾ ഈ മത്സര വേദിയിൽ കാണുന്നത്. അതാണ് എൻ്റെ സന്തോഷവും. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.